ഗുഡ് ഈവനിങ്. യെസ്. അപ്പം നമ്മുടെ സാഹസികമായിട്ട് നമ്മൾ UP എക്സാംസ് എല്ലാം നമ്മൾ ക്ലിയറാക്കി ഇല്ലേ. നമ്മളിനിയും 2 ആഴ്ച കഴിഞ്ഞുള്ള LPയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു? വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലേ. നമ്മൾ വലിയ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിൽ പോയിട്ട് നമ്മളോട് വളരെ ബേസ് ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? LPക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊരു ചിന്ത വന്നല്ലേ. പക്ഷേ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ പഴയ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും UP എന്ന് പറഞ്ഞ പരീക്ഷ കുറച്ച് എളുപ്പമാക്കി കട്ട് ഓഫ് കുറച്ച് കൂടുതൽ വരും അല്ലേ, ശരിയല്ലേ? പക്ഷേ LPയെ സംബന്ധിച്ച് എന്നാ സംഭവിക്കുന്നത്? പരീക്ഷ ടഫാക്കി കട്ട് ഓഫ് കുറച്ച് കുറയ്ക്കും. കാരണം UP സ്കൂളുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, LP സ്കൂളുകൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. തന്നെയല്ല, B.Edകാരും എവിടെ എഴുതുന്നുണ്ട്? നമ്മുടെ UP എക്സാം എഴുതുന്നുണ്ട്. ഈ പറയുന്ന LP എഴുതാനായിട്ട് TTC അല്ലെങ്കിൽ D.Ed അല്ലെങ്കിൽ DLED ഉള്ളവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ നമുക്ക് പഠിപ്പിക്കാനുള്ളൂ. ഏറിപ്പോയാൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസ് നമുക്ക് ഇവിടുന്ന് വരത്തുള്ളൂ. സോ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ ജില്ലകളും നിങ്ങൾ എടുത്തു നോക്കിയാലും ഏകദേശം മാക്സിമം കട്ട് ഓഫ് പോയിരിക്കുന്ന ഒരു 50 അല്ലേ. നമ്മൾ UPയിൽ ഒരു നല്ലപോലെ പഠിച്ച ഒരാൾക്ക് എബോവ് 50 എന്നെ ആണെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. അതേ ഒരു ചിട്ടയോടുകൂടി നിങ്ങൾ ഈ ഒരു 2 ആഴ്ച കൂടി പോകാമെങ്കിൽ നമ്മുടെ സംഭവം സെറ്റാണ്, ശരിയല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പഠിച്ചതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 90% ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതിനകത്ത്. പക്ഷേ നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ മറന്നു പോവുക. മനുഷ്യനാണ്, നമ്മൾ സൈക്കോളജിക്ക് അത് പഠിച്ചില്ലേ. നമുക്ക് പഠിച്ച കാര്യങ്ങൾ മറക്കാനായിട്ട് ദൈവം തന്നൊരു എന്താ പറയുന്നത്, ഒരു കഴിവാണെന്ന് കൂട്ടിയാൽ മതി. കാരണം ആ കഴിവില്ലായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം എന്ന് ആലോചിച്ചേക്ക് നമ്മുടെ തലച്ചോറ് ഇതെല്ലാം താങ്ങുമോ? ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ മറന്നു പോകണം, അതിനങ്ങ് പോട്ടെന്ന് വെക്കണം കേട്ടോ. പക്ഷേ ഈ കുറഞ്ഞ കാലയളവ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? ഉള്ളതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തി എടുക്കാനായിട്ട് നോക്കണം. 2 ആഴ്ച നമ്മുടെയിലുള്ളൂ. 2 ആഴ്ച കൊണ്ട് മാക്സിമം നമുക്ക് പിടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളിലൊന്നാണ് സൈക്കോളജി. പിന്നെ ഉള്ളത് മാത്സ് പിടിക്കാം, സയൻസും സോഷ്യലും പിടിക്കാം അല്ലേ. ഇംഗ്ലീഷും മലയാളം 10 മാർക്കിനാണ് ഉള്ളത്. ഇംഗ്ലീഷും മലയാളം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേ അല്ല. തന്നെയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പം ഏതെങ്കിലും 2 പാർട്ട് ഒബ്വിയസ്ലി ടഫ് ആക്കിയെങ്കിൽ മാത്രമേ കട്ട് ഓഫ് ഒരു ലെവലിൽ പിടിച്ച് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് അടിച്ച് മേളിൽ കയറിപ്പോവും. പാടെ പ്രശ്നമായി പോവും. ആരെ നിയമിക്കണം ആരെ നിയമിക്കാമെന്നുള്ള പ്രശ്നം വരും. അതുകൊണ്ടൊക്കെയുള്ള ഒരു ഇതാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. സൗഹൃദത്തെ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ UPSC പരീക്ഷയിലെ എന്ത് ഡിസ്കസ് ചെയ്യാം? സൈക്കോളജി 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ പഠിച്ച, നമുക്കറിയില്ല, ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് വല്ല മനസ്സിലായിരുന്നോ? എവിടുന്നാണ് വന്നതെന്ന് വല്ല മനസ്സിലായിരുന്നോ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത് വന്നതെന്ന് വല്ല മനസ്സിലാകുന്നത്? എവിടുന്നാണ് വന്നത്? എവിടുന്നാണ് വന്നേ ഈ ക്വസ്റ്റ്യനിൽ? എവിടുന്നാണ് വന്നേ? ഈ എന്തോ DLED ടെക്സ്റ്റ് അതേപടി കോപ്പിയാണ്, ഡിറ്റോ കോപ്പിയാണ് അല്ലേ. സെൻറ്റൻസിന് പോലും യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, വഴികൾക്കിടയിലൂടെ പഠിച്ചിട്ട് പോയാൽ ഈ DLED ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും അല്ലേ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ DLEDലെ S1 S2 നമ്മളെപ്പോഴും പറയുന്ന സെമസ്റ്റർ 1 സെമസ്റ്റർ 2 നിങ്ങൾ ഈ ഇതെടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ PDF അയച്ചു ഇതിൻ്റെ എല്ലാം താഴെ നമ്മൾ എന്ത് ഇട്ടിട്ടുണ്ട് കണ്ടോ? S1 പേജ് നമ്പർ 105 എന്ന് പറഞ്ഞാൽ ഇത് സെമസ്റ്റർ 1ലെ പേജ് നമ്പർ 105 നമ്മൾ പഠിച്ച കാര്യമാണ് ഈ പറഞ്ഞു കിടക്കുന്നത്. നിങ്ങൾക്ക് അയച്ചു ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പോൾ DLED ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വെച്ച് പഠിക്കുന്നത്. അതിൽ ഇതേ കാര്യങ്ങൾ അതേപടി ഡിറ്റോ കോപ്പി ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇവർ അവിടെ നിന്ന് കട്ടാൻ പേസ്റ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ രൂപേണ ആക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി നമ്മൾ പഠിച്ച അതേ സെൻറ്റൻസ് അതേപടി വരികയാണ് ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. 20 ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചതിനകത്ത് ഡിറ്റോ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പോലും ഇല്ലാതെ പോയായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്? ഉണ്ടായിരുന്നോ? ഒരെണ്ണം പോലും ഇല്ലാത്ത ഉണ്ടായിരുന്നോ? പഠിക്കാത്തതായിട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അപ്പം എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പക്ഷേ മറന്നു പോയതുണ്ട്, ഇല്ല അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു പോയതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനാണ്, തിരിഞ്ഞു പോകും. സോ അതിനെ നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്കായിട്ട് കണ്ട് എങ്ങനെ അതിനെ മറന്നു പോയതിനെ എങ്ങനെ ഓർമ്മപ്പെടുത്താമെന്നൊരു ട്രിക്കിലേക്ക് നിങ്ങൾ തന്നെ വരിക കേട്ടോ. അല്ലെങ്കിൽ എഴുതി പഠിക്കുക എങ്ങനെയെങ്കിലും ഒക്കെ പഠിക്കുക. 14 ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനിയും പോയിട്ട് 13 ദിവസമേ കഷ്ടിച്ചുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരുപാട് വർത്തമാനം പറയുന്നത് ശരിയല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോക്കിയേ, 61ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. എന്തായിരുന്നു? താഴെ പറയുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണവും തമ്മിൽ തരം ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 സമായോജന തന്ത്രം, യുക്തീകരണം, താതാത്മീകരണം, അനുപൂരണം, പശ്ചാത്ഗമനം. തൊട്ടിപ്പറേ പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രസക്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു.
പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പറാണെന്ന് ആരോപിക്കുന്നു. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. നമുക്കൊന്നേ നോക്കാം. ഒന്ന് യുക്തീകരണം. യുക്തീകരണം എന്ന് വെച്ചാൽ റാഷണലൈസേഷൻ. എന്താണ് റാഷണലൈസേഷൻ? നമ്മൾ പഠിച്ചതല്ലേ, നമുക്കറിയാം. ഒരു സർവ്വസാധാരണമായിട്ടൊരു എന്താണ് നമ്മുടെ സമായോജന ക്രിയാതന്ത്രമാണ് ഈ പറയുന്ന യുക്തീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുക, അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് പറ്റിയൊരു പോരായ്മ ആയിരിക്കാം. നമ്മൾ അതിൻ്റെ അകത്ത് 2-3 കോട്ടുകൾ പഠിക്കും. മിക്കപ്പോഴും ആ കോട്ടുകൾ വെച്ചാൽ, അതായത് പുളിക്കുന്ന മുന്തിരിങ്ങ, അതുപോലെ തന്നെ മധുരിക്കുന്ന നാരങ്ങ ശൈലിയൊക്കെ, അല്ലേ? അപ്പം അങ്ങനെയുള്ള കോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് പറ്റിയ ഒരു തെറ്റാണെങ്കിൽ അത് നമ്മൾ തെറ്റായ കാരണം വഴി എന്താണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു, അതാണ് ഉദ്ദേശം. അപ്പോൾ നോക്കി, ഇതിലേതാണ് ഒരു ന്യായീകരണം ഉള്ളത്? പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും അഭിമാനം കൊള്ളുന്നു എന്നാണോ? അതോ സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി സ്വന്തം കുഞ്ഞിനെ പോലെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു എന്നാണോ? പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണങ്ങൾ പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നതെന്നാണോ? പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പഠനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നതാണോ? നമുക്കറിയാം ഓപ്ഷൻ സി, അല്ലേ? ഒബ്വിയസ്ലി ഇവിടെ എന്താണ് ഒരു യുക്തീകരണമാണ് ഇവിടെ ഉണ്ടായത്. നമുക്ക് നോക്കാം ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്താണ്. നമ്മുടെ S1 പേജ് നമ്പർ 105 കിടപ്പുണ്ട്. ഇവിടെയുണ്ട് S1 പേജ് നമ്പർ 105 വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സമായോജന ക്രിയാതന്ത്രത്തിനകത്ത് വരുന്ന, അല്ലേ, യുക്തീകരണം. കണ്ടോ, സർവ്വസാധാരണമായിട്ട് സമായോജന ക്രിയാതന്ത്രമാണിത്. ഇതിലൂടെ വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. കണ്ടോ, ന്യായീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? നമുക്കറിയാം, കൊച്ചിയുടെ എന്നാ ചെയ്ത് പരീക്ഷയ്ക്ക് പ്രയാസം എന്തായിരുന്നു? താനിട്ട അല്ലെങ്കിൽ പ്രയാസമേറിയ ചോദ്യപേപ്പറായിരുന്നു പറഞ്ഞ് ന്യായീകരിച്ചു. അതുപോലെ തന്നെ ഈ ഓർത്തിരിക്കേണ്ട 2 ശൈലിയുടെ ഉണ്ടത്, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങ ശൈലിയും. രണ്ടാമത്തെ ചോദിച്ച് താതാത്മീകരണം, അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ നമ്മൾ വായിച്ചു നോക്കിയാൽ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? ഓക്കെ, എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താതാത്മീകരണം. ഉണ്ടോ, തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസക്തിയിലും ഭാഗഭാഗമാകുന്നവരെയാണ് താതാത്മീകരണത്തിൻ്റെ സ്വഭാവം. ഉദാഹരണം കണ്ടോ, ഇതേ ഉദാഹരണം ചോദിച്ചത്. കളിയിൽ വേണ്ടത്ര നൈപുണ്യമില്ലാത്ത കുട്ടികൾ സ്പോർട്സ് താരങ്ങളുമായി താരതമ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുമുള്ള തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാ വരേണ്ടത്? നമ്മുടെ താതാത്മീകരണത്തിനകത്ത് നമുക്കറിയാം, നമ്മുടെ പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രസക്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. തൻ്റെ പോരായ്മ താൻ എങ്ങോട്ട് വെക്കുന്നു? താൻ മറ്റൊരു കാര്യവുമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു പോകുന്നു. അടുത്ത അനുരൂപീകരണം അല്ലെങ്കിൽ അനുപൂരണം. എന്താണ്? കോമ്പൻസേഷൻ, അല്ലേ? നമുക്കറിയാം. നമ്മൾ പറയത്തില്ലേ, അതല്ലെങ്കിൽ വേറെണ്ണത്തോടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയും. എന്താണ് വരേണ്ടത്? കണ്ടോ, പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെ ഇവിടെ എന്താണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താണ് കോമ്പൻസേഷൻ? ഉണ്ടോ, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറികടിക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുപൂരണം. കണ്ടോ, പഠനകാര്യത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനത്തിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെയല്ലേ ഇവിടെ ഓപ്ഷനകത്ത് തോന്നുന്നുണ്ടോ? പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഉള്ളത് പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അത് റിഗ്രഷനാണ്, അല്ലേ? റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇംഗ്ലീഷ് വാക്ക് കേട്ടാൽ അറിയില്ലേ? അതായത് നമുക്ക് നമ്മുടെ പൂർവ്വകാല സമായോജനത്തിലേക്ക് നമ്മൾ തിരികെ പോകുന്നതിന് പറഞ്ഞ പേരാണ് നമ്മുടെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടോ, പ്രശ്നത്തെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരികെ പോകുന്ന പ്രവൃത്തിയാണ് പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. കേട്ടോ, 2 വാക്കുണ്ട്, പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കാനായി ബാലൻ ശിശുവിനെ പോലെ പെരുമാറുന്നത് പശ്ചാത്ഗമനത്തിന് ഉദാഹരണമാണ്. അത് തന്നെ ഇവിടെ ചോദിച്ചു. കണ്ടോ, എന്താണ്? സഹോദരനോ സഹോദരി ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. ഈ സംഭവം തന്നെയാണ് അവിടെയും വന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കണം. ബാക്കിയുള്ള സമായോജന ക്രിയാന്തങ്ങൾ നോക്കിയിട്ട് പോകാം. ഇനി അതിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അടുത്ത വട്ടം ചോദ്യം വരാൻ പോകുന്നത്. അടുത്ത് നമ്മൾ പറയാനുള്ള ഇനി എന്താണ്? നമുക്കിവിടെ നോക്കേണ്ടത് നിഷേധമുണ്ട്, ഡിനയിലുണ്ട്. എന്താണ്? അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. അപ്പം നോക്കണം, ഈ ഒരു വാക്ക് പഠിക്കണം. യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കുക. അതിന് എക്സാമ്പിളാണ്, ഒന്ന് ഇഷ്ടമില്ലാത്തത് നമ്മൾ കണ്ടില്ലെന്നടിക്കും, വിളിച്ചാൽ കേട്ടില്ലെന്നടിക്കും തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്.
പിന്നെയുള്ളത് ദമനം. നമ്മളിന്ന് ക്ലാസ്സിൽ പറഞ്ഞാൽ ഇതൊരു എന്താണ് അപകടകാരിയായ ഒരു സമായോജന ക്രിയാതന്ത്രമാണ്. കാരണം കണ്ടോ, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടും. കണ്ടോ, അത് നോക്കിയിരിക്കണം, ആ സെൻറ്റൻസ് നോക്കണം. അബോധ മനസ്സ് ആര് പറഞ്ഞ കോൺസെപ്റ്റാ? അതോ നമ്മുടെ ഈ അബോധ മനസ്സെന്ന് പറഞ്ഞാൽ ആരുടെ കോൺസെപ്റ്റാ അബോധ മനസ്സ്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ് അല്ലേ? നമുക്കറിയാം അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. പക്ഷെ അബോധ മനസ്സിൽ കടന്നുള്ള കുഴപ്പം എന്നാണ്? നമ്മളത് പൂഴ്ത്തി വെക്കുവോടെ. പക്ഷെ എപ്പോഴേലും നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളതെടുത്ത് പെരുമാറും. അതൊരു പ്രശ്നമാണ് കേട്ടോ. സോ ദമനമാണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മൾ പറയാത്ത ഉദാത്തീകരണം, സബ്ലിമേഷൻ. എന്താണ്? അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ. അതൊരു നല്ല പ്രവൃത്തിയാണ്. അതായത് എന്നെ കൊണ്ടൊരു കാര്യം സാധിക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ സമൂഹത്തിന് നല്ല പ്രവർത്തി ചെയ്ത് എൻ്റെ ആ വിഷമം ഞാൻ മറികടക്കാൻ ശ്രമിക്കും. കണ്ടോ, ഉദാഹരണമായി മക്കളില്ലാത്ത ധനാഢ്യൻ എന്ത് ചെയ്യുന്നു? സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തൻ്റെ നിരാശാബോധം താൻ ഒഴിവാക്കുന്നു. അത് തന്നെ ചോദിക്കും കേട്ടോ. അടുത്ത പ്രക്ഷേപണം നോക്കണം, മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവരാണ്. കണ്ടോ, തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തുന്നു. കേട്ടോ, മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷ നേടുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? നമ്മുടെ പ്രക്ഷേപണം എന്ന് പറയുന്നത്. വളരെ സാധാരണ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് പ്രക്ഷേപണം. പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടി എന്താണ്? നമ്മുടെ പരാജയത്തിന് കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ അല്ലെങ്കിൽ മോശപ്പെട്ട അധ്യയനം എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നു. നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതമാകാനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നോ? ഇതിനകത്ത് വന്നപ്പോൾ കണ്ടാൽ, അതായത് പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിച്ചു ഇല്ലേ? ഇതിനകത്ത് പ്രക്ഷേപണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് നീങ്ങിയത്? നമ്മുടെ യുക്തീകരണത്തിലേക്ക് നീങ്ങിയത്. നമ്മളന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രക്ഷേപണവും യുക്തീകരണവും ഒരേ ടേംസിൽ പറയുന്നതാണ്. പക്ഷേ പ്രക്ഷേപണം എന്താണ്? നമ്മളൊരാളിൽ ചുമത്തുന്നു അല്ലെങ്കിൽ ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നു. യുക്തീകരണം എന്ന് പറഞ്ഞാൽ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. കണ്ടോ, രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഒരെണ്ണം നമ്മളൊരാളിൽ നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ്. ഞാനല്ല കാരണം, നീയാണ് കാരണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നു. യുക്തീകരണം നമ്മുടെ കൊച്ചു പിള്ളേരിക്കുന്ന പോലെ, എൻ്റെ പൊന്ന് സാറേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് തെറ്റായിട്ടില്ല, ഞാൻ അങ്ങനെ പോയപ്പം കാലെ തട്ടി വീണതാന്നൊക്കെ പറയുമ്പോൾ അതൊരു യുക്തീകരണം. അപ്പം തെറ്റായ കാരണങ്ങളിൽ ന്യായീകരിക്കുക അവിടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം. ഒരെണ്ണം അവരിൽ അടിച്ചേൽപ്പിക്കുക, മറ്റേത് എന്താണ്? ന്യായീകരിക്കുക കേട്ടോ. പിന്നെയുള്ളത് ആക്രമണം. നമുക്കറിയാം വളരെ അപകടമായ ഒരു ക്രിയാതന്ത്രമാണ് ഈ ആക്രമണം. മോഹഭംഗത്തിൽ നിന്നും ഓർത്തിരിക്കണം, എന്തെങ്കിലും മോഹത്തിൽ നിന്ന് മാത്രമേ എന്താകത്തുള്ളൂ? ആക്രമണം ഉടലെടുക്കുകയുള്ളൂ. ഓർത്തിരിക്കണം. രണ്ട് തരമുണ്ട്, പ്രത്യക്ഷവും പരോക്ഷവും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. തന്നെ അവഹേളിച്ച സഹപാഠിയെ ആക്രമിച്ചത് പ്രത്യക്ഷ ആക്രമണത്തിനും അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷ ആക്രമണത്തിനും ഉദാഹരണമാണ്. നമുക്കറിയാം ക്ലാസ്സിലൊക്കെ നടക്കുന്നത് എന്ത് ആക്രമണമാണ്? പ്രത്യക്ഷ ആക്രമണമാണ് അല്ലേ? പക്ഷേ അച്ഛൻ വീട്ടിൽ ചെന്ന് വഴക്ക് പറഞ്ഞാൽ അച്ഛൻ്റെ കർണക്കുറ്റി ഒക്കെ പൊട്ടിക്കാൻ പറ്റത്തില്ല. പകരം കയ്യിലുള്ള ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചാൽ അത് പരോക്ഷ ആക്രമണം. നേരിട്ട് കൈകാര്യം ചെയ്താൽ അത് പ്രത്യക്ഷം. നമ്മൾ നേരിട്ടല്ലാതെ നമുക്കറിയാലോ, സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, മൊബൈൽ ഫോൺ വലിച്ചെറിയുക, റിമോട്ട് വലിച്ചെറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരോക്ഷ ആക്രമണം. ഇപ്പോൾ ഈ 9 എണ്ണമാണ് എന്തുള്ളത്? നമ്മുടെ സമായോജന ക്രിയാതന്ത്രങ്ങളുള്ളത്. ഇനിയും വരുന്ന പരീക്ഷയിലാണെങ്കിലും ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലോ മാത്സ് ഫോളോയിങ് രീതിയിലോ സിമ്പിളായിട്ടുള്ള രീതിയിലോ, അതായത് ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രീതിയിലോ ചോദിക്കാം കേട്ടോ. പ്രത്യേകിച്ച് നോക്കേണ്ടത് യുക്തീകരണം, പ്രക്ഷേപണം, താതാത്മീകരണം, അതുപോലെ തന്നെ നമ്മുടെ ഉദാത്തീകരണം കേട്ടോ. ഇവന്മാരാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അവന്മാരെ പ്രത്യേകം നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് കിടക്കുന്നത് S1 പേജ് നമ്പർ 105 കിടപ്പുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? അധ്യാപകനോട് ഉള്ള ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കും. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഏത് അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് ക്ലാസ്സിൽ കയറിയറിയാം, ഇത് പഠിക്കണമെന്ന് പറഞ്ഞ് വിട്ടതാണ് അല്ലേ? അന്ന് ക്ലാസ്സിലിരുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഈ കാര്യം അന്ന് നോട്ട് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണം,
നമുക്ക് ഈ സെൻറ്റൻസ് അതേപടിയുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഒരു കുട്ടി അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തോടും വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കുവാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ സെൻറ്റൻസ് അതേപടി കാണിക്കാം. എവിടെ? S2 പേജ് നമ്പർ 6 അതായത് സെമസ്റ്റർ 2 പേജ് നമ്പർ 6 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് അതേപടി കാണാൻ സാധിക്കും. കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാണിച്ചു തരാം. കണ്ടോ, എന്ത് ചെയ്യേ, അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ നമ്മുടെ പാവ്ലോവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി എന്ത് ചെയ്യേ. കണ്ടോ, ഒരു കുട്ടി അധ്യാപകൻ, കണ്ടോ സെൻറ്റൻസ് കിടക്കുന്നുണ്ടോ, ഒരു കുട്ടി അധ്യാപകൻ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭയം അധ്യാപകനുമായി അനുബന്ധിതമായി തീരുന്നു. ഇത് ആ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. കണ്ടോ, തുടർന്ന് ചോദക സാമാന്യവൽക്കരണത്തിലൂടെ കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയപ്പെടുന്നു. കണ്ടോ, ഡയറക്റ്റ് ചോദ്യം ചോദിച്ചുകൊണ്ടോ അതേപടി ഇതേ ലൈൻ എടുക്കുക, പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓർത്തിരിക്കണം, ഏതാണ് അവിടെ വേണ്ടത്? ചോദക സാമാന്യവൽക്കരണം. കണ്ടോ, വെണ്ടയ്ക്ക മുഴുവൻ കിടക്കുന്നേ നമ്മൾ പഠിച്ച പോയിന്റാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ആര് കണ്ടുപിടിച്ച കോൺസെപ്റ്റിൽ നിന്ന് ഇത് വന്നത്? ആരുടെയൊക്കെ കോൺസെപ്റ്റിൽ നിന്ന് ഇത് വന്നത്? ഓർത്തു നോക്കി. പാവ്ലോവ്. കേട്ടോ, ഓർത്തിരിക്കണം, പാവ്ലോവിൻ്റെ തിയറിയിൽ നിന്നാണ് വന്നത്. 5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? വിലോപം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, പിന്നെ നമ്മൾ ഡിലേഡ് അല്ലേ, അതായത് നമുക്കറിയാം നമ്മുടെ വിളംബിത അനുബന്ധിത പ്രതികരണം. ഈ 5 കാര്യങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. വിലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാം അല്ലേ, ഉണ്ടായ ഒരു പ്രവണതയെ നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം. പുനഃപ്രാപ്തി എന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ തിരികെ കൊണ്ടുവരാം. വിളംബിത അനുബന്ധിത പ്രതികരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡിലേഡ് ആയിട്ട് നമ്മൾ കൊടുത്താൽ അത് എന്തായി കയറും? അവരിലങ്ങ് ഈ സംഭവം സെറ്റായി മാറുമെന്നാണ്. പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ചോദക സാമാന്യവൽക്കരണം. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാവാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു. ഓർത്തിരിക്കണം. പിന്നെയുള്ളത് ചോദക വിവേചനം. ഇത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ചോദക വിവേചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ വരേണ്ടത് എന്താണ്? ചോദക സാമാന്യവൽക്കരണമാണ്. ഇവിടെ വന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അതെവിടെയുള്ളതാ? നമ്മുടെ പാവ്ലോവിൻ്റെ അല്ലേ, നമ്മൾ പഠിച്ച ഏതായിരുന്നു? കോടനായിരുന്നു. പപ്പാവായ പൂത്തയ്ക്കകത്ത് പാവ്ലോവിൻ്റെ പട്ടി നമ്മുടെ അതിനകത്ത് നമ്മൾ പഠിച്ചതല്ലേ, പപ്പാവായ വാട്സൻ്റെ എലി, പൂത്ത തോണ്ടേക്കിൻ്റെ പൂച്ച അല്ലേ, അവരുടെ അതിനകത്ത് നമ്മൾ പഠിച്ചതല്ലേ. അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്തായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയട്ടെ, പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം ഏതായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഉത്തരം കൊടുക്കും? നല്ല ചേക്ക് അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉത്തരം കൊടുക്കും? താഴെ പറയുന്നവയിൽ പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? UR ആണെന്ന് എനിക്കറിയാം, അൺകൺഷ്യൽ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയാം. അത് എന്നതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരാം. ഇറച്ചിപ്പൊടിയാണോ, ഉമിനീർ സ്രവമാണോ, അതോ നമ്മുടെ ഇറച്ചിപ്പൊടി മണിയച്ചയാണോ, അതോ എന്താണ് ഇവയെല്ലാമാണോ? ഇറച്ചിപ്പൊടി, മണിയച്ച, അതുപോലെ തന്നെ ഉമിനീർ സ്രാവം, ഇവയെല്ലാം. ഏതാണ് ഉത്തരം വരേണ്ടത്? അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം ഏതാണ് വരേണ്ടത്? ഏതാ? ഉമിനീർ സ്രവം അല്ലേ. അനുബന്ധനം ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതാണോ ഈ പറഞ്ഞ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഈ ഉമിനീർ സ്രവം എന്ന് പറയുന്നത്? അല്ല അല്ലേ, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന. നമ്മളിപ്പം നിങ്ങളൊരു വീഡിയോ കാണാൻ നോക്കുക, ഒരാൾ ഇങ്ങനെ മാങ്ങയൊക്കെ കടിച്ച് തിന്ന് ഈ ഉപ്പിൻ്റെ അകത്തും പുളിക്കകത്തുമൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഉപ്പിൻ്റെ അകത്തും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചതച്ചിട്ടതിൻ്റെ അകത്തൊരു ഇങ്ങനെ മുക്കി ഇങ്ങനെ കറമുറ കടിച്ച് തിന്നുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ നാക്കിലല്ലാതെ തന്നെ വെള്ളം വരത്തില്ലേ? വെള്ളം വരുമോ? വെള്ളം വരത്തില്ലേ? നിങ്ങൾ ഈ ഷോർട്സൊക്കെ കാണുമ്പോൾ വരുന്നതല്ലേ? അതെന്താ? ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വായു വെള്ളം വരാൻ പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. അതെന്താണ്? അൺകണ്ടീഷനിങ് ആയിട്ട് വന്നൊരു റെസ്പോൺസാണ്. ശരിയല്ലേ? റെസ്പോൺസ് അങ്ങനെ വന്നത് ഓട്ടോമാറ്റിക്കലി വന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇറച്ചിപ്പൊടി കണ്ടാൽ ആരുടെ വായു വെള്ളം വരും? പട്ടിയുടെ വായു വെള്ളം വരും. അപ്പോൾ അൺകണ്ടീഷനായിട്ട് വന്ന റെസ്പോൺസ് എന്നാ? ഉമിനീർ സ്രവം. ആരുടെ ഉമിനീർ സ്രവം? പട്ടിയുടെ ഉമിനീർ സ്രവം. കേട്ടോ, അതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 61ാമത്തെ ക്വസ്റ്റ്യൻ.
ഇത് കിടക്കുന്നത് നമ്മുടെ S2 പേജ് നമ്പർ 6 തിയറി ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ. ഇപ്പോൾ എടുത്ത് കാണിച്ചത് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, സെൻറ്റൻസ് അതേപടി ഉണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കണം, ചിത്രപദ കാർഡുകളുടെ സംയോജനം കേട്ടോ. കഴിഞ്ഞ വട്ടം ചോദിച്ച ചോദ്യം, അതായത് ഒരു വട്ടത്ത് എന്താണ് മാംഗോ എന്ന് കൊടുക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ വേണേൽ കാണിച്ചു തരാമല്ലോ. പിള്ളേരെ കാണിക്കാൻ കൊണ്ടുപോകുന്ന സ്കൈലുണ്ട്. എന്നെ കാണാമോ? എന്നെ കാണത്തില്ലേ? പിള്ളേരെ കാണിക്കാൻ കാണത്തില്ലേ? ഓക്കെ, കാണാത്തില്ല. സെറ്റല്ലേ? കാണാം അല്ലേ? ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ കാണിക്കുന്ന ഒരു സാധനം കണ്ട ചിത്രപദ കാർഡുകളാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കും ഇതെന്നാ സാധനം? ഓക്കെ, ഇതെന്നാ സാധനം? കണ്ടില്ലേ? ഇത് സാധനം കണ്ടില്ലേ? ഇതെന്നാ? ബീട്രൂട്ട്. ബീട്രൂട്ടാണെന്ന് പിള്ളേരെ വിളിച്ച് പറയും. കാരണം നമുക്കറിയാം നമ്മുടെ ബീട്രൂട്ടാണ് സംഭവം കണ്ടിട്ടുണ്ട് പിള്ളേർ. അതിൻ്റെ തൊട്ട് പറയാം നമ്മൾ കാണിക്കില്ലേ ബീട്രൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടോ? ഇവിടെ ചോദിച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഈസ് ബീട്രൂട്ട് ആർ വെജിറ്റബിൾസ്. ഞാൻ കാണിക്കാം. ബീട്രൂട്ട് ആർ റൂട്ട് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് സംഭവം വേണ്ടി ഇറ്റ് ഈസ് യൂസ്ഡ് എ ഫുഡ് കളറിങ് ഏജൻറ്റ്. ബീറ്റ്സ് ആർ ഹൈ ഇൻ വിറ്റമിൻ സി ഇൻക്രീസ് ദി ഹീമോഗ്ലോബിൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടൻറ്റുകൾ കൂടുതലായിട്ട് എഴുതി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത പറഞ്ഞാൽ കണ്ടോ ഇതേപോലെയുള്ള ചിത്രപദ കാർഡുകൾ നമ്മൾ ക്ലാസ്സിൽ കാണിക്കാം. ഇതിൽ നമ്മുടെ ഇതായിട്ടുള്ള കണ്ടോ ഒരുപാട് ഇങ്ങനെ ചിത്രപദ കാർഡുകളുടെ സംയോജനം. ഇപ്പോൾ പിള്ളേർ കണ്ടുള്ള സാധനമാണ്, കൊച്ചു പിള്ളേരെ കണ്ടുള്ള സാധനം. ഇതെന്നാ സാധനം? ഇതെന്നാ സാധനം? ഒനിയൻ, സവോള അല്ലേ? സവോളയുടെ പ്രത്യേകതകൾ ഉണ്ടോ ഇതിൻ്റെ പുറകിലുണ്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് ഒരു ചിത്രപദ കാർഡുകൾ സംയോജനം. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സാധനം ആര് പറഞ്ഞ തിയറിയിൽ നിന്ന് വന്നതാണ്? നമ്മുടെ ആരുടെ തിയറിയാണ്? ഈ പറഞ്ഞ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ തിയറിയിൽ തന്നെ വന്നത് കേട്ടോ. അത് കഴിഞ്ഞ വട്ടം ചോദിച്ചായിരുന്നു മാംഗോ എന്ന് എഴുതി കാണിച്ചവരിടത്തും പിന്നെ അതുപോലെ തന്നെ തൊട്ട് പുറകിൽ മാങ്ങയുടെ സവിശേഷതകൾ അതുപോലെ തന്നെ മാങ്ങയുടെ പിക്ചറൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഇതേ സെറ്റപ്പ് തന്നെ കാണിക്കുവാണെങ്കിൽ അത് എന്ത് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു. എന്ത് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ആരുടെ സിദ്ധാന്തമാണ്? അനുബന്ധന സിദ്ധാന്തവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് പോകുന്നതെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ആ കാര്യം കൂടി ഒരു ഗ്രാഹ്യം വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കുക കണ്ടോ. രണ്ട് പ്രക്രിയ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ അവ പരസ്പരം ബന്ധിതമായി തീരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു പിക്ചർ നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ തൊട്ടുപോലെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുകയാണെങ്കിൽ രണ്ടും കൂടി നമ്മൾ ക്ലബ് ചെയ്യുക, ഒരു ബോണ്ട് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധിപ്പിക്കുക ചെയ്യുന്നത്. ബന്ധിപ്പിക്കുമ്പോൾ പിള്ളേരെ മനസ്സിലാക്കും അതിലെന്തോ സംഭവം ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ പറഞ്ഞ ഓറഞ്ചും അതുപോലെ തന്നെ റെഡും കറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിനൊക്കെ നല്ല പവർ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരെല്ലാം ഫോണായിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് ഇതുപോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ അതിൽ വെജിറ്റബിൾസൊക്കെ കഴിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മളോട് ഏതൊക്കെയാണ് വെജിറ്റബിൾസ്? പിള്ളേർ പറയും ക്യാരറ്റ്, ബീട്രൂട്ട് എന്നൊക്കെ ഇരുന്ന് പരത്താൻ തുടങ്ങും. ആ സംഭവം കേട്ടോ. ഇത് തന്നെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് പറയാൻ കഴിഞ്ഞ 2ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന അതുകൊണ്ട് ഈ ഇരുന്ന് സംഭവം കേൾക്കുന്നുണ്ടാണ് പറഞ്ഞു കേട്ടോ. അവരെ കാണിക്കാനായിട്ട് ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന. യെസ്, ഓക്കെ. അടുത്ത സംഭവം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചേരും വഴി ചേർക്കുക കണ്ടോ. ഓരോന്നും ഏതൊക്കെ പേജിലാണെന്ന് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. S2 പേജ് നമ്പർ 8 പ്രശ്നവേളത്തിലെ പൂജ. S1 പേജ് നമ്പർ 59 ബോബോൾ പരീക്ഷണം. S2 പേജ് നമ്പർ 14 ചുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി. S1 പേജ് 67 ഹേസ് ഡിൽമയെ പറ്റി. നമുക്കറിയാം പ്രശ്നവേളത്തിലെ പൂച്ച ആരുടെയാ? നമുക്ക് ഓർത്താൽ മതി അല്ലേ? തോണ്ടേക്കിൻ്റെ ശ്രമപരായ സിദ്ധാന്തം, ട്രയൽ ആൻഡ് മെത്തേഡ്. സോ അതിലേക്ക് പോയി. ബോംബോഡോൾ പരീക്ഷണം അല്ലെങ്കിൽ സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുടെയാ? പറഞ്ഞേ. ആൽബർട്ട് ബെന്തൂരയുടെ. ബെന്തൂരയുടെ. ഇനി സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി ലാസ്റ്റ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തല്ലേ? ഇവിടെ വണ്ടക്കാൻ ഒഴിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാണിക്കാം. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി നമ്മുടെ കൊക്കോമ ഓർക്കുന്നുണ്ടോ? കൊക്കോമ ആരാ കൊക്കോമ? ആരാ കൊക്കോമ? കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ അല്ലേ? സോ അവരുടെ തിയറിയിൽ നിന്ന് വന്നതാണ് എന്ത്? സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി അല്ലേ? ഇവിടെ ഉണ്ടോ? കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസി ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ മാക്സ് വെർത്തീമർ മനുഷ്യക്കുട്ടിയിൽ നടത്തിയ ഗണപരീക്ഷണം ഉപയോഗിച്ചുള്ള പരീക്ഷണം, കോഴിക്കുഞ്ഞിലും കുതിരയിലും നടത്തിയ പരീക്ഷണം, സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെൻറ്റ് എന്നിവ ഈ മേഖലയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ്. ആരുടെ സിദ്ധാന്തത്തിനകത്ത്? നമ്മുടെ കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ നടത്തിയ കൊക്കോമ നടത്തിയ പരീക്ഷണത്തിൽ നടത്തിയ സംഭവമാണ്. പിന്നെ നമുക്കറിയാം ഹെയിൽസ് ഡിലമ ആരുടെ കഥയാണ്? ഹെയിൽസ് ഡിലമ ആരുടെ കഥയാണ്? ഓർമ്മയില്ലേ ആ കഥ? പറഞ്ഞു തന്നാ ആരുടെയാ കഥ? ഹെയിൽസ് ഡിലമ എന്ന് പറഞ്ഞ കഥ ആരുടെയാ? മറന്നുപോയോ? ഹെയിൽസ് ഡിലമ ആരുടെ കഥയാ? നമ്മുടെ സാൻമാർഗിക വികാസം നമ്മൾ പഠിക്കാൻ നേരം നമ്മൾ പഠിച്ച ഒരു കഥയല്ലേ? ആരുടെയായിരുന്നു ഹെയിൽസ് ഡിലമ എന്ന് പറഞ്ഞ കഥ? ആരുടെയായിരുന്നു? സോറി, ആരാ അതിനെപ്പറ്റി പറഞ്ഞത്? നമ്മൾ പഠിച്ചില്ലേ കുറേ കാര്യങ്ങൾ. അതായത് എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ വ്യവസ്ഥാപിത താപതലമെന്നും അതുപോലെ തന്നെ നമ്മുടെ വ്യവസ്ഥാപിത പൂർവ്വതലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സംഭവം ആരുടെയായിരുന്നു ഹെയിൽസ് ഡിലമ? നമ്മുടെ ലോറൻസ് കോൾബർഗ്. ഓർക്കുന്നില്ലേ? എന്ത് സിദ്ധാന്തം കൊണ്ടുവന്നതാ?
മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നൈതിക വികാസം അല്ലെങ്കിൽ സാൻമാർഗിക വികാസം കൊണ്ടുവന്ന വ്യക്തിയാണ് ലോറൻസ് കോൾബർഗ്. അദ്ദേഹത്തിൻ്റെ ഹെയിൽസ് ഡിലമ അങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ഒരുപാട് നോക്കുന്നില്ലേ. ഹെയിൽസ് ഡിലമ ഏത് പേജാണ് നോക്കിയേ, S1 പേജ് നമ്പർ 67 ഇവിടെ 67ാമത്തെ പേജ് എടുത്താൽ മതി, സംഭവം കിട്ടും. ഓക്കെ, ഇവിടെ അടിക്കാമല്ലോ 67 അല്ലേ. ഓക്കെ 67. ഓക്കെ, അതിൻ്റെ അവസാനമായിട്ട് വരും നമ്മുടെ ഹെയിൽസ് ഡിലമ എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ് ഏത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഓർത്തിരിക്കണം, അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മിക്കപ്പോഴും ചോദ്യമുള്ള ഏതായിരുന്നു നമ്മുടെ ഓക്കെ നമ്മുടെ ഹെയിൽസ് ഡിലമ. ഓക്കെ, ഇവിടെ കാണും, ഇച്ചിരി താഴോട്ട് പോകണം അല്ലേ, S2ൻ്റെ അവസാനത്തിലേക്കാണ് കിടക്കുന്നവൻ. ഓക്കെ, ഇത് കിടക്കുന്നു മോറൽ ഡെവലപ്മെൻറ്റ്. എൻ്റെ ഹെയിൽസ് ഡിലമ സാൻമാർഗിക വികാസം, മുകളിൽ പറഞ്ഞ കഥ ഹെയിൽസ് ഡിലമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ അടിസ്ഥാനമാക്കേണ്ട ലോറൻസ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തി. സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. താൻ പറഞ്ഞത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ആ ഘട്ടങ്ങൾ നോക്കിയിരിക്കണം. അടുത്ത വട്ടം വേണമെങ്കിൽ ഈ ഘട്ടത്തെയും ചോദ്യം വരാം. നമുക്കറിയാം 3 ഘട്ടങ്ങൾ. ഒന്ന് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, അതായത് അതിനകത്ത് 2 ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ റിയലിസ്റ്റിക് ഓറിയൻറ്റേഷൻ, പിന്നെയുള്ളത് കൺവെൻഷണൽ മൊറാലിറ്റി ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇൻ്റർപേഴ്സണൽ കോൺകറൻസ് ഓറിയൻറ്റേഷൻ, ലോ ആൻഡ് ഓർഡർ അല്ലേ, നിയമവും അതിൻ്റെ അനുസരണവും. പിന്നെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ലീഗിസ്റ്റിക് ഓർഗനൈസേഷൻ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. പഠിക്കാൻ എളുപ്പം. ഇവിടെ ഒരു കോളം ഉണ്ട്, ആ കോളത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കണം, തിരിഞ്ഞും മറിഞ്ഞും പോകും. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കാം കേട്ടോ. പ്രാഗ് യഥാസ്ഥിത സജാധാര തട്ടം എന്ന് നമ്മുടെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിനകത്ത് പറയും. സൈക്കോളജിക്ക് ഒരു ഗുണമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും കാണിക്കും കേട്ടോ. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സൈക്കോളജിക്ക് മാത്രം, ബാക്കിയുള്ളതിനൊന്നും ഈ സ്പെഷ്യാലിറ്റി ഇല്ല. അതിൻ്റെ അകത്താണ് നമ്മൾ പഠിച്ചൊരു കോഡുണ്ടായത് അല്ലേ, ശിക്ഷയും അനുസരണം എന്ന് കണ്ടാൽ ഓർത്തിരുന്നോണം എങ്ങോട്ടാണ്, പ്രാഗ് യഥാസ്ഥിത സജാധാര ഘട്ടം. ഇനി യഥാസ്ഥിത സജാധാര ഘട്ടത്തിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഓർക്കേണ്ടത് നിയമവും സമാധാനവും കേട്ടോ. നിയമവും സമാധാനവും എന്നാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്, അവന്മാരെ ഓർത്തിരിക്കണം. പിന്നെ അടുത്ത് വരുമ്പം വ്യവസ്ഥാപിതാനന്തര തലത്തിൻ്റെ അകത്ത് എന്തൊക്കെ വരും, നമ്മുടെ നീതി, സമത്വം, വിശ്വാസം കേട്ടോ. ഇവന്മാരെയാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള 2 സബ് പോയിന്റ് വെച്ച് 6 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, പഠനവും അത് സാധ്യമാകുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റിംഗ് വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ്? എവിടെയാണ് കിടക്കുന്നത്? S2 പേജ് നമ്പർ 38, 39 കിടപ്പുണ്ട്. എടുത്ത് കാണിച്ചു തരാം. അതേ സെൻറ്റൻസ് യാതൊരു വ്യത്യാസവുമില്ലാതെ അതേ സെൻറ്റൻസ് ഡിറ്റോ കോപ്പി അടിച്ച് വെച്ചതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതുമാണ്. 38, 39 അല്ലേ, പാട്ട് വാ. ഓക്കെ, 34, 35, 36, 37, 38. യെസ്, ഇവിടെയാണ് നമ്മുടെ സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഓക്കെ, അതേ കിടക്കുന്നു. ജോൺ ഡൂയിയുടെയും വൈഗോസ്കിയുടെയും അതുപോലെ തന്നെ ഊർജം ഉൾക്കൊണ്ട് ജീൻ ലേവും എറ്റിംഗ് വെങ്കറും എന്താണ് തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യം തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം. അടുത്ത സെൻറ്റൻസ് നോക്കിയേ, മണ്ടയ്ക്കാൻ മുഴുവൻ കിടക്കുന്ന നോക്കിയേ. പഠനവും അത് സാധ്യമാകുന്ന സാമൂഹിക സാഹചര്യം തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയത്തിലാണ് ഏത് സങ്കല്പം രൂപപ്പെട്ടത്? നമ്മുടെ സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞ ആശയം രൂപപ്പെട്ടത്. കണ്ടോ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്? കണ്ടോ? അപ്പോൾ ഓർത്തിരിക്കണം, സെൻറ്റൻസുകളുടെ ഇടയിൽ കൂടി പഠിക്കണം, വിട്ട് കളയരുത് കേട്ടോ. സെൻറ്റൻസിൻ്റെ ഇടയിൽ കൂടി തന്നെ പഠിക്കണം. ചോദിച്ച ചോദ്യം അതേപടി ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലേക്ക് മാത്രം മാറ്റാനായിട്ട് നമ്മൾ എന്താണ് എന്തും അതും ഇതും എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം ചേർക്കുന്നേ ഉള്ളൂ. ബാക്കി കണ്ടോ സെൻറ്റൻസ് അതേപടി ഡിറ്റോ കോപ്പി അടിച്ച് വെച്ചേക്കുവാണ്. സോ ആ കാര്യം ഓർത്തിരിക്കണം. സോ ഇവിടെ ഏതാണ് വേണ്ടത്? സിറ്റുവേറ്റഡ് ലേണിംഗ്. പിന്നെ നമുക്കറിയാം അനുഭാഷിത പഠനം എന്നാണെന്നറിയില്ലേ? അനുഭവങ്ങളിലൂടെ പഠിക്കുക. സഹവർത്തിത പഠനം എന്താണ്? കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയും. അതായത് ഒരു കൂട്ടം ആൾക്കാരെ എന്താണ് നമ്മൾ കൂടി നിർത്തി, നമ്മൾ ഗ്രൂപ്പ് ലേണിംഗ് ഒക്കെ പറയുന്ന പോലെ തന്നെ ടേംസിലുള്ളതാണ്. ഇത് ആരുടെ ടേംസ്? സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനമൊക്കെ ആരുടെയാ? ആരുടെയാ കോൺസെപ്റ്റുകൾ? ആരുടെയാ? വിഗോസ്കിയുടെ കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കണം. പിന്നെ ഉള്ളത് പ്രശ്നാധിഷ്ഠിത പഠനം. അതായത് ഒരു പ്രശ്നം കൊടുത്ത് അതിൻ്റെ എന്താണ് സൊല്യൂഷനിലേക്ക് വന്നുള്ള
പഠനം, നമ്മുടെ ഏതാണ് ഗസ്റ്റാൾട്ടൊക്കെ മുൻപോട്ട് വെച്ച തിയറിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് S2 പേജ് നമ്പർ 38, 39 കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഒന്നും കൂടി അയച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോസ്കിയുടെ ആശയങ്ങളെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ്? നമുക്കറിയാം ഏതാണ്, നമ്മുടെ പ്രതിക്രിയ അധ്യാപനം. ഒരു 10,000 വട്ടം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. S2 പേജ് നമ്പർ 34 ഇതേ സെൻറ്റൻസ് കിടപ്പുണ്ട്, കാണിച്ചു തരാം. S2 പേജ് നമ്പർ 34. ഓക്കെ, പേജ് നമ്പർ 34. നമ്മുടെ വൈഗോസ്കിയൊക്കെ പഴഞ്ഞതിന് തൊട്ട് താഴെ കിടക്കുന്ന കണ്ടോ, കിടക്കുന്നു. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ ആശയങ്ങളെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. കണ്ടോ, സെൻറ്റൻസ് അതേപടി കിടക്കുന്നത്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ ആശയങ്ങളെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് എന്ത്, നമ്മുടെ പ്രതിക്രിയ അധ്യാപനം. 4 സ്റ്റേജ് ഉണ്ട്, ഓർത്തിരിക്കണം. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ കേട്ടോ. ചോദ്യം വേണേ ഒരു നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യം വന്നായിരുന്നല്ലേ. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനെ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു, പിന്നീട് അതിനെ വിശദീകരിച്ചു, എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ കുട്ടികളോട് അഭിപ്രായപ്പെട്ടു. ഇത് ഏത് രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് രീതി തന്നെയാണ്? ഈ പറയുന്ന പ്രതിക്രിയ അധ്യാപനം തന്നെയാണ് ഇത്. കാരണം അതിൻ്റെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഓർത്തിരിക്കണം, സെൻറ്റൻസ് അതേപടിയുണ്ട്. പിന്നെ നമുക്കറിയാം ക്രിയാഗവേഷണം. ആരുടെയാണ് ക്രിയാഗവേഷണം? സ്റ്റീഫൻ എം കോറി അല്ലേ. സ്റ്റീഫൻ എം കോറിയുടെയാണ് ക്രിയാഗവേഷണം. എന്താണ്? ഒരു പ്രശ്നത്തെ നിരന്തരം മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളുടെ എന്താണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് നമ്മുടെ ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. S1 പേജ് നമ്പർ 12 അത് കിടപ്പുണ്ട്. അടുത്തത് ലേണർ ഓട്ടോണമി. എന്താണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാ. എന്നാ ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഉദ്ദേശിക്കുന്നത്? ലേണർ ഓട്ടോണമി പഠിച്ചതല്ലേ. അതായത് നമ്മൾ പഠിച്ചായിരുന്നില്ല. അതായത് നമ്മുടെ എന്താണ് നമ്മുടെ എബ്രഹാം മാസ്ലോയും അതുപോലെ തന്നെ എവിടെയാണ് പേജ് നമ്പർ 36 ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. 35, 36 കിടക്കുന്നു. നമ്മുടെ ലേണർ ഓട്ടോണമി മനഃശാസ്ത്രം ഉണ്ടോ. നമ്മുടെ അനുഭവസ്ഥ പഠനത്തെയും മാനവികതാവാശയങ്ങളുടെ ആശയങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമുക്കറിയാം നമ്മുടെ എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് അല്ലേ, മനുഷ്യത്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു പഠന രീതിയാണ് ഇവിടെ ഉള്ളത്. അവിടെ എന്താണ് പഠന പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനം പഠിതാവിന് നൽകുന്നതിലും ചുറ്റുപാടിൽ നിന്നുള്ള വ്യക്തിഗത അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലും അനുഭവസ്ഥ പഠനത്തിൻ്റെ സ്വാധീനം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഠനത്തിൻ്റെ വ്യക്തിഗത വളർച്ച, പഠിതാവിൻ്റെ കഴിവുകൾ, താല്പര്യങ്ങൾ, സവിശേഷമായ ആവശ്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം എന്നിവ മാനവികതാവാദത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവയാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ലേണർ ഓട്ടോണമി. അതായത് ലേണർക്ക് വേണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യനും മനുഷ്യത്വത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയാണ് ലേണർ ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി. എന്താണ് സാധനം കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കണ്ടോ, ഇത് ഈ ഒരു പേജ് ഇടുമ്പോൾ ഒരു തൊട്ട് താഴത്തുള്ള ഓപ്ഷൻസ് എല്ലാം പറക്കി ഇട്ടാൽ കണ്ടോ കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി അടുത്ത പേജിനകത്ത് വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി കണ്ടോ. എന്താണ്? പഠിതാവ് തൻ്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളുടെ നമുക്കറിയില്ല, എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ എന്ന് പറയും അല്ലേ. അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിന് പറഞ്ഞ പേരാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അറിവ് ബൗദ്ധികമായി കൊടുക്കൽ വാങ്ങൽ വിപുലപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവാധിഷ്ഠിത പഠനം നടക്കുന്ന അറിവിനെ അർത്ഥപൂർണ്ണമാക്കുന്നു. കണ്ടോ, വളരെ വ്യക്തമായിട്ട് മതിയില്ല. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് അവർ ഈ പുസ്തകം എടുത്ത് വെച്ചതെന്ന് ഉറപ്പാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ തൊട്ട് പറയുന്നുള്ള ഓപ്ഷൻസ് എല്ലാം പറക്കിയാണ് ഇട്ടത്. സോ അത് നമുക്ക് ഷുവറായി. സോ അടുത്ത പരീക്ഷയ്ക്കും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് എവിടുന്നാണ്? S1 നിന്നാണോ S2 നിന്നാണോ ഏറ്റവും കൂടുതൽ ചോദ്യം കിടക്കുന്നത്? S2 നിന്നാണ്. കാരണം നമ്മൾ ഏത് പരീക്ഷ എഴുതിയത്? നമ്മൾ UP എക്സാം എഴുതി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം UP എക്സാം ഉള്ളത് ഏതാണ്? നമ്മുടെ ചൈൽഡ് സൈക്കോളജി അല്ലേ. നമുക്ക് വിദ്യാഭ്യാസമായിട്ടുള്ള നമുക്ക് ശിശു മനഃശാസ്ത്രം കൂടുതലായിട്ട് പറയുന്നത് എവിടെയാണ്? S2-ലാണ്. അതുകൊണ്ടാണ് S2 എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. ചിലപ്പോൾ LPക്ക് കൂടുതലായിട്ട് ചോദ്യം വരുന്നത് S1 നിന്നായിരിക്കും. കുട്ടികളുടെ വളർച്ച, വികാസം, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളിൽ നമ്മൾ PSC എക്സാം എഴുതിയ മെയിൻ ലിസ്റ്റിൽ കയറാം. ഓർക്കുന്നില്ലേ എന്നതായിരുന്നു ആ സാധനം? PSC എക്സാം എഴുതിയ മെയിൻ ലിസ്റ്റിൽ കയറാം. ഓർക്കുന്നില്ലേ സാധനം? PSC എക്സാം എഴുതിയാൽ മെയിൻ ലിസ്റ്റിൽ കയറാം. ഓർക്കുന്നില്ലേ? എന്നാ ഫിസിക്കൽ, സോഷ്യൽ, കോൺജുഗേറ്റീവ്,
ഇമോഷണൽ, മോറൽ, ലിംഗ്വിസ്റ്റിക്. ഇതിൽ നിന്നായിരിക്കും അടുത്ത വട്ടം കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ. സോ S1 ശരിക്കും ഇരുന്ന് വായിക്കണം കേട്ടോ. S1 ശരിക്കും വായിച്ചിട്ടേ പോവുള്ളൂ. S2 വായിക്കുന്നതിൽ സ്ട്രെസ് കൂടുതൽ, S1 കൊടുത്ത് വായിച്ചു. അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. S2 ഒഴിവാക്കണമെന്നല്ല, S2 ഒഴിവാക്കണം. ഒരു 70:30 ചാൻസ് ആണ് S1 S2 അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ഇവിടെ 70:30 വന്നത് 70% S2-ൽ നിന്നും 30% S1-ൽ നിന്ന് വെച്ചു. സോ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് 20-ൽ പിടിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നും ഒഴിവാക്കാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം ഇരുന്ന് പഠിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനേക്ക് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയ ആശയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ്? നമുക്കറിയാം ഏതാണ്? ജിക്രോംബിക്സ്. നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നാൽ ഓർക്കുന്നില്ല? ICT സോഫ്റ്റ്വെയർ എന്നൊരു ക്ലാസ്സിനകത്ത്, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ എന്ന ക്ലാസ്സിനകത്ത് പറഞ്ഞു തന്നാൽ ഇല്ലേ? ഓരോന്നിനും പറ്റിയും. ഒന്നാമത്തെ എന്താണ്? ടക്സ് പെയിൻറ്റ് അല്ല ഇവിടെ ഉത്തരം വരേണ്ടത്, ജിക്രോംബിക്സ് ആണ് ഉത്തരം വരേണ്ടത്. നിങ്ങൾ LP ലെവലിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്ന ICT, നമ്മുടെ കളിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ICT പഠിപ്പിക്കുന്നവരാണെങ്കിൽ അറിയാം. അതിനകത്ത് മൊത്തം ഈ പറഞ്ഞ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ജിക്രോംബിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉള്ളത്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കിടപ്പുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ ICT. ഓക്കെ, എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടേ ഒരു കയ്യെത്തും ദൂരത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ജിക്രോംബിക്സുമായിട്ടാണ് കണക്റ്റഡ്. കാരണം അതിൻ്റെ അകത്ത് അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും കിട്ടി. ഓക്കെ 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 എന്നെ കാണാവോ? കളികളിലൂടെ എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ? ഈ ബുക്കിൻ്റെ പേരെന്നാ? 2ാം ക്ലാസ്സിലെ കളിപ്പെട്ടി ബുക്കാണ് ഇത്. ഏത് ബുക്കാണ് ഇത്? ബുക്കിൻ്റെ പേരെന്നാ? വായിച്ചേ. കാണാവോ നിങ്ങൾക്ക്? കാണാവോ? ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, വലുതായി കാണിക്കുക. ഇത് എന്നാ ബുക്കിൻ്റെ പേരെന്നാ? പ്ലേ ബോക്സ്. പ്ലേ ബോക്സ്. കണ്ടോ? കളിപ്പെട്ടി എന്നാ പേരം. അപ്പോൾ ഇതിൻ്റെ തുറന്ന പാടെ ഇതിൻ്റെ അകത്ത് ഏതാപ്പിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറയുന്നത് നോക്കുകയാണേ. അതിനകത്ത് പറയുന്നുണ്ടോ? ജിക്രോംബിക്സ്. കണ്ടോ? ഓപ്പൺ ആക്കാൻ പറയുന്നത് ഏതാ? കാണാവോ? ഓക്കെ, കണ്ടോ? ടു ചേഞ്ച് ദി ഗെയിം എന്ത് തുറക്കണം? ബട്ടൺ ടു ജിക്രോംബിക്സ്. കണ്ടോ? കിടക്കുന്നുണ്ടോ? ജിക്രോംബിക്സ് ബട്ടൺ തുറക്കണം. കണ്ടോ? അതായത് ആപ്ലിക്കേഷൻ ജിക്രോംബിക്സ് എഡ്യൂക്കേഷൻ ജാവ സ്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സാധനത്തിലൂടെ നമ്മൾ കുട്ടികളെ എല്ലാ കാര്യങ്ങളും, ഇതിനകത്ത് വരുന്ന കാര്യങ്ങളും മിക്കതും കണ്ടോ അടുത്ത പേജിലും അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കാനും കണ്ടോ ജിക്രോംബിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ. ജിക്രോംബിക്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് കളികളിലൂടെ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. ആ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇതെല്ലാം നമ്മൾ ജിക്രോംബിക്സ് വഴിയാണ് പഠിപ്പിക്കുന്നത്. അത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനകത്ത് ആ സംഭവം കിടപ്പ് നമ്മൾ അയച്ച എന്താണ് കണ്ടൻറ്റിനകത്ത് ആ മെറ്റീരിയലിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ടായിരുന്നു. കണ്ടോ? ജിക്രോംബിക്സ്. കണ്ടോ? എന്താണ് 2 മുതൽ 10 വയസ്സ് കുട്ടികൾ ചേർന്നുള്ള കളികളുടെ ഒരു കൂട്ടമാണ് ജിക്രോംബിക്സ്. ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകാൻ ജിക്രോംബിക്സ് സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു. അതുതന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചോ. എന്താണ്? പ്രത്യേക പരിഗണന ഇറക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? നമ്മുടെ ജിക്രോംബിക്സ് ആണ്. സോ ഈ ഒരു PDF വായിച്ചു നോക്കണം. വിട്ട് കളയാനുള്ളതല്ല. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു ചോദ്യം ഇവിടെ തന്നെ ആൾ ചോദിക്കുന്നത് അല്ലേ? ടക്സ് പെയിൻറ്റ് എന്നാന്ന് നോക്കിയേ. കണ്ടോ? പാഠഭാഗത്തിലെ ചിത്രരചനയ്ക്ക് വേണ്ടിയുള്ളതാണ് ടക്സ് പെയിൻറ്റ്. അതുപോലെ തന്നെ ജിയോജിബ്ര നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് എടുത്തതാണ്. മാത്സിലെ ഗണിത രൂപങ്ങൾ വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ അവ നിരീക്ഷിക്കാനും അവരുടെ പ്രത്യേകത മനസ്സിലാക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോജിബ്ര. ഫെറ്റ് നമുക്കറിയാം ഒരു ഇൻട്രാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നുപോലുള്ള സബ്ജക്റ്റുകളെല്ലാം ഉണ്ട്. പിന്നെ സ്റ്റെലേരിയം എന്താണ്? നമ്മുടെ GPS, നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. GPL അനുമതിയുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെലേരിയം. ഇതേപടിയായിരുന്നു കഴിഞ്ഞ വട്ടം ചോദിച്ചത്. ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഏതാണ്? സ്റ്റെലേരിയം. നമ്മുടെ സയൻസിൻ്റെ ക്ലാസ് നമ്മളത് ഓപ്പൺ ആക്കിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നക്ഷത്രത്തെയൊക്കെ കണ്ടോ? ഓർക്കുന്നില്ലേ? വേട്ടക്കാരനെയും ഇടിവെട്ടുകാരനെയും കണ്ടോ? ഓർക്കുന്നില്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് നന്നായി. അത് ഇതിനകത്ത് നമ്മൾ കണ്ടത് സ്റ്റെലേരിയത്തിൻ്റെ അകത്ത് കേട്ടോ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ജോഗ്രഫി, മാർബിള്, കാൽസ്യം എന്തിനു വേണ്ട? നമ്മുടെ മൂലകങ്ങൾ, സ്വഭാവങ്ങളൊക്കെ പഠിക്കും കേട്ടോ. പിന്നെ സൺഗ്ലോക്ക്, അതായത് ലോക ഭൂപടത്തിൻ്റെ രാത്രിയും പകലും ഒക്കെ മനസ്സിലാകട്ടാണ് ഈ പറഞ്ഞ സാധനം കേട്ടോ. സോ കണ്ടോ? ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഉണ്ടോ? കഴിഞ്ഞ വട്ടം UP NCAക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചോദിച്ചതാണ്. ഇവിടെ കിടപ്പുണ്ട്. UP അസിസ്റ്റൻറ്റ് NCAക്ക് ചോദിച്ച ചോദ്യമാണ് ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം. സോ ഈ ഒരു PDF-ഉം വായിച്ചിട്ട് വേണം പോകാൻ. 1 മാർക്കിന് ചോദിക്കും കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത് കേട്ടോ. ഈ ഇടത്തൊന്നും ചോദിക്കണം. ഓൾറെഡി ക്ലാസ് എടുത്ത് വിട്ടതാണ്. വേണമെങ്കിൽ ഒന്നുകൂടി അയച്ചു തരാം കേട്ടോ. പഠിക്കാതിരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നൊരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാതലങ്ങൾ കണ്ടെത്തുക. നമുക്കറിയാം ഇത് S2 പേജ് നമ്പർ 40 കണ്ടോ, വീണ്ടും S2 പേജ് നമ്പർ 40 ഇതേ സെൻറ്റൻസ് അതേപടി കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ എന്താണ് അതീത ചിന്ത? ഓക്കെ, ചിന്താ പ്രക്രിയകളുള്ള ചിന്ത എന്നാണ് അതീത ചിന്തയെ വിശേഷിപ്പിക്കുന്നത്. ജോൺ എച്ച് ഫ്ലേവൽ കേട്ടോ, കണ്ടുപിടിച്ച വ്യക്തി ജോൺ എച്ച് ഫ്ലേവലാണ് അതീത ചിന്ത എന്ന ആശയം മുൻപോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതീത ചിന്ത എന്നാൽ ജ്ഞാനാർത്ഥ ജ്ഞാനത്തെക്കുറിച്ചുള്ള വ്യക്തിയുടെ സ്വയം ചിന്തനം മാത്രമല്ല, മറിച്ച് ക്രമപ്പെടുത്തൽ, വിലയിരുത്തൽ, മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മൾ ചോദിച്ച ചോദ്യം അതല്ല. ഇവിടെ എന്താണ് ചോദിച്ചത്? ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായിട്ട് നമുക്കിതിനെ നിയന്ത്രിക്കാം അല്ലേ. നോക്കി ഇവിടെ നോക്കി, ഈ സംഭവം അതേപടി ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള ധാരണയായതുകൊണ്ട് അതീത ചിന്ത എന്നൊരു ഉയർന്ന ചിന്താശേഷിയാണ്. ഈ സെൻറ്റൻസ് തന്നെയല്ലേ ഇവിടെ ഡിറ്റോ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ എന്താണ് അതീത ചിന്ത എന്നതൊരു ഉയർന്ന ചിന്താശേഷിയാണ്. കണ്ടോ ഈ സെൻറ്റൻസ് അതേപടി കട്ട് ആൻഡ് പേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രക്രിയാതലങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 1 ധാരണ, 2 ആസൂത്രണം, 3 വിലയിരുത്തൽ. കണ്ടോ 3 കാര്യങ്ങളും കിടക്കുന്നു അതേപടി. കണ്ടോ സെൻറ്റൻസ് യാതൊരു മാറ്റവുമില്ല, ഡിറ്റോ കോപ്പി അടിച്ചിട്ട് ഈ സാധനം അതേപടി അവർ പ്രിൻ്റ് അടിച്ച് വെച്ചതാണ്. സോ സൈക്കോളജി പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സാധനമുണ്ട്, വഴികൾക്കിടയിലൂടെ പഠിക്കണമെന്ന് മാത്രം കേട്ടോ. ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ എന്നാണ് ഇതിൻ്റെ 3 തലങ്ങൾ കേട്ടോ. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഭിന്നശേഷിക്കാരെ അവകാശ നിയമത്തിന് 2016 നിലവിൽ വന്ന ആക്ട് ഏതാണ്? ആക്ട് ഏതാ? നമ്മൾ ഒരുപാട് വട്ടം ക്ലാസ്സിൽ പറഞ്ഞ ഏത് ആക്റ്റാ? RPWD ആക്ട് അല്ലേ? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അതിൻ്റെ അകത്ത് എത്ര എണ്ണം വന്നു? അതിനകത്ത് എത്ര എണ്ണം വന്നായിരുന്നു RPWD അകത്ത്? മറന്നുപോയോ? 14 എണ്ണം. ആദ്യത്തെ നമ്മുടെ PWD ആക്ടിനകത്ത് 7 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. PWD ആക്ട് നിലവിൽ വന്ന വർഷം 1995 അല്ലേ? 1995 7 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2016 RPWD ആക്ട് വന്നതോടുകൂടി 14 എണ്ണം കൂട്ടിച്ചേർത്ത് ആകെ മൊത്തം 21 എണ്ണം നിലവിലുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് പഠിപ്പിച്ച് അതേ കിടക്കുന്നു. കണ്ടോ വിവിധ തരം പരിമിതികൾ. കണ്ടോ RPWD ആക്ടിൻ്റെ പ്രത്യേകതകൾ. 95 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ PWD ആക്ട് പ്രകാരം എത്ര എണ്ണം ഉണ്ട്? 1995 പ്രകാരം 7 വിഭാഗങ്ങളെയാണ് ഭിന്നശേഷിക്കാരായിട്ട് കൂട്ടിയിട്ടുള്ളത്. അതുള്ളവരാണ് പൂർണ്ണാന്തത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, പിന്നെ ചലന ശേഷി, പിന്നെ ചലന പരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധി പരിമിതി, മാനസിക രോഗം എന്നിങ്ങനെ 7 കൂട്ടർ മാത്രമേ 1995 PWD ആക്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ ഓരോരുത്തരെയും എടുത്ത് പഠിക്കണം. അടുത്തത് ഉണ്ടോ ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമത്തിനായി ഇപ്പോൾ വന്ന ചോദ്യമാണ്. 2016 ദി റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ടിൽ മേളിൽ പറഞ്ഞ 7 വിഭാഗങ്ങൾക്ക് പുറമെ 14 വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി. അവരാണ് ഡാർഫിസം, ഓട്ടിസം, സെറിബൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, ആസിഡ് ആക്രമണം മൂലമുണ്ടായിരുന്ന പരിമിതികൾ, പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, തലാസീമിയ, ഹീമോഫീലിയ, അരിവാൾ രോഗം, തീവ്രമായ നാഡീ തകരാറുകൾ, ഭാഷാ സംസാര വൈകല്യങ്ങൾ, സവിശേഷമായിട്ടുള്ള പഠന വൈകല്യങ്ങൾ, പിന്നെ നമ്മൾ പഠിക്കുന്ന ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നിവ, പിന്നെ അതുപോലെ ബഹുവിധ ബുദ്ധി വൈകല്യങ്ങൾ ഒരുമിച്ച് വരിക. അതായത് ഒന്നിലധികം ഡിസബിലിറ്റീസ് ഒരുമിച്ച് ഒരു കുട്ടിയിൽ കാണുക. ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എടുത്തെടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഇത് സയൻസിൽ നിന്ന് വേണം ചോദ്യങ്ങൾ വരാം. ഏതാണ് കണ്ടോ ഇപ്പം ഓക്സിജനിൽ എത്തിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ വികലമായ ഘടനയിൽ വരുന്ന വ്യത്യാസത്തോടെ ഉണ്ടാകുന്ന രോഗമാണ് അരിവാൾ രോഗം എന്നത്. അതുപോലെ ഡിസ്കിൻ്റെ ആകൃതിയിലാണ് അത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ പ്രത്യേക തരം പ്രോട്ടീൻ്റെ കുറവ് കാരണം രക്തം കട്ട പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. കണ്ടോ സയൻസിൻ്റെ അകത്തുനിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് കിടക്കുന്ന ഒരു പാട്ടാണിത്. പിന്നെ രക്തസംബന്ധമായ ഒരു പാരമ്പര്യ രോഗാവസ്ഥയാണ് തലാസീമിയ. ചുവന്ന രക്താണുക്കളുടെ വികലമായ ഘടന കാരണം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുന്നു. ചോദിച്ചിട്ടുള്ളതാണ്, നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെയും നട്ടലിൻ്റെയും നാഡികൾ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അതാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം
പാർക്കിൻസൺസ് രോഗം എന്താണ്? പ്രായമാവലിൽ കണ്ടുവരുന്ന ഒരു രോഗമാണിത്, നമ്മുടെ പാർക്കിൻസൺസ് രോഗം. അതായത് പേശിയെ നിയന്ത്രിക്കാൻ കഴിയാതെ നിവർന്ന് നിൽക്കാതെ ചെരിഞ്ഞു കിടക്കുക. പിന്നെ ആസിഡ് രോഗം നമുക്കറിയാം, ഈ ആസിഡ് വീണ് പൊള്ളുക. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ശരീരചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, ബ്രെയിൻ തകരാറ് കാരണം, ചോദ്യം കേട്ടോ, ബ്രെയിൻ തകരാറ് കാരണം പേശികൾക്ക് മസ്തികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. പിന്നെ ഓട്ടിസം എന്താണ്? ബ്രെയിനിൻ്റെ ന്യൂറോണുകളുടെ വികാസകരാർ മൂലം ഉണ്ടാകുന്നതാണ് ഓട്ടിസം. ഡാർഫിസം നമുക്കറിയാം, ശരീര വലുപ്പം 4 അടി. നമ്മുടെ എന്താണ്, നമ്മുടെ സിനിമാ നടനില്ലേ, നമ്മുടെ ആരായിരുന്നു, ഗിന്നസ് പക്രു, അതിനെപ്പോലുള്ളവർ കേട്ടോ, അവരെപ്പോലുള്ളവരാണ് ഈ പറഞ്ഞ ഡാർഫിസം ഉള്ളവർ. പിന്നെ ഉള്ളത് അരിവാൾ രോഗം, നമ്മൾ പറഞ്ഞത്. പിന്നെ തീവ്രമായിട്ടുള്ള നാഡീ തകരാർ, അതായത് ബ്രെയിൻ, നട്ടൽ ഇവയെ ബന്ധിപ്പിക്കുന്ന നാഡികൾ എന്നിവയ്ക്ക് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് തീവ്രമായ നാഡീ രോഗങ്ങൾ. പിന്നെയുള്ളത് ഭാഷാ സംസാര വൈകല്യം. എന്തായിരുന്നു? നമ്മുടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതാണ് ഭാഷാ സംസാര വൈകല്യം. പിന്നെയുള്ളത് നമ്മുടെ എന്താണ്, താഴെ വരെ നമ്മൾ എപ്പോഴും പഠിച്ച വായനാ വൈകല്യം, ഡിസ്ലെക്സിയ. പിന്നെ ഡിസ്ഗ്രാഫിയ, ലേഖന വൈകല്യം. ഡിസ്കാൽക്കുലിയ, ഗണിത വൈകല്യം. ഇതൊരു വാക്ക് നോക്കണം, അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ തിരിഞ്ഞു പോവുക. വേണമെങ്കിൽ മലയാളത്തിൽ ചോദിക്കാൻ പറ്റുന്ന പറഞ്ഞാണ്, അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ തിരിഞ്ഞു പോകുന്ന വൈകല്യത്തിന് പറഞ്ഞ പേരെന്ത്? ഏതാണ്? ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ ലേഖന വൈകല്യം കേട്ടോ. അടുത്തത് ഭാഷാ സംസാര വൈകല്യം, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ഇതും നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. പഠിക്കണം, ഒന്നും കൂടി അയച്ചു തരാം കേട്ടോ, റിവൈസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടുത്തിടെയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിയിൽ പെറാത്തത് ഏതാണ്? നമുക്കറിയാം, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 നമ്മളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, അറിവ് നിർമ്മാണ പ്രക്രിയ ഉള്ളതാ. പാഠപുസ്തകം കേന്ദ്രീകരിച്ച് മാത്രമാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? നാലിച്ച് നോക്കി, ആണോ? അല്ല. ബാക്കി നോക്കി, പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിത പഠനങ്ങൾ നമ്മളിപ്പോൾ അവലംബിക്കുന്നതാണ്. നിരന്തരവും സമഗ്രമായിട്ടുള്ള മൂല്യനിർണ്ണയ രീതി അത് നമ്മളുള്ളതാണ്. സോ ഇല്ലാത്തതാണ് പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെ വിദ്യാഭ്യാസം സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമീപിച്ച കമ്മീഷൻ ഏതായിരുന്നു? നമുക്കറിയാം, ഏതായിരുന്നു? കോത്താരി കമ്മീഷൻ. ഇത് നമ്മൾ അടിവരയിട്ട് പഠിച്ചതാണ്, കാണിച്ചു തരാം. എവിടെയാണ് നമുക്കറിയാം നമ്മുടെ കമ്മീഷൻ പഠിക്കാൻ നമ്മൾ പഠിച്ചത് അല്ലേ, മെക്കാളെ മിനിറ്റ്സ്, ഗുഡ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, ഹർഡോഗ് കമ്മീഷൻ, സാർജൻ്റ് റിപ്പോർട്ട്, ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ, അതിനെ മുതലിയാർ കമ്മീഷൻ എന്ന് പറയും. പിന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ, ഇപ്പം നമ്മൾ പഠിക്കുന്ന കോത്താരി കമ്മീഷൻ നമ്മുടെ ആൻസറായിട്ട് വരേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 68-ലും 86-ലും തിരിച്ച് മറിച്ച് കിട്ടാമെന്ന് അന്ന് പറഞ്ഞായിരുന്നു, വന്നിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആചാര്യ രാമമൂർത്തിയുടെ. പിന്നെ യശ്പാൽ കമ്മിറ്റി, ഭാരമാകാതുള്ള പഠനം എന്ന കോൺസെപ്റ്റ് വരാനായിട്ട്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005. പിന്നെ വന്നത് 2009 വന്ന RTA വിദ്യാഭ്യാസ അവകാശ നിയമവും ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCFT 2009. ഇതിനകത്ത് നമ്മൾ കണ്ടതാണ് നമ്മുടെ മെക്കാളെ മിനിറ്റ്സ് നമ്മളിപ്പോൾ പഠിച്ചതായിരുന്നു, ഇപ്പോൾ കണ്ട പോലെയായിരുന്നു കോത്താരി കമ്മീഷൻ അല്ലേ. നോക്കിയ സ്വതന്ത്ര ഇന്ത്യയിൽ സ്ഥിതി വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസം സമഗ്രമായിട്ട് എടുത്ത് കാണിച്ചു തരാം. നമ്മളന്ന് പഠിച്ചതിനകത്തുള്ളതാണ്. എന്ത് വിദ്യാഭ്യാസത്തെ കിടക്കുന്നു, ശിശു വിദ്യാഭ്യാസം മുതൽ കണ്ടോ കിടക്കുന്നുണ്ടോ, ഇതേപടി ഇട്ട് ഉണ്ടോ, ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസം അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാണ് നമ്മുടെ ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ. കണ്ടോ, സെൻറ്റൻസ് അതേപടി ചോദിച്ചുണ്ടോ. സോ ഇവർ എവിടെ നിന്നാണ് എടുത്തത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. ഡിറ്റോ അത് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. സോ പഠിക്കണം കേട്ടോ, വ്യക്തത വരുത്തി പഠിക്കണം. നമ്മൾ പഠിച്ച സെൻറ്റൻസ് അതേപടി പഠിച്ചാൽ മതി കേട്ടോ. മനപ്പാഠം പഠിച്ചോ, അതേപടി ഇരുന്ന് മനസ്സിലാക്കി പഠിച്ചോ. ഇനി അതും പറ്റത്തില്ല, മനപ്പാഠമാക്കിക്കോ, സംഭവം സെറ്റായി നമ്മുടെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ് അണ്ടർലൈൻ തന്നെ എല്ലാം പഠിക്കണം കേട്ടോ. അന്ന് അണ്ടർലൈൻ ചെയ്തതാണ് നമ്മളതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചോദിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ എന്തായിരുന്നു ഈ പറഞ്ഞ 6 മുതൽ 14 വയസ്സ് വരെ എന്താണ് നിർബന്ധിതവും അതുപോലെ തന്നെ സൗജന്യവും നിർബന്ധിതമായിട്ട് വിദ്യാഭ്യാസം എന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു ഇതിനകത്തുള്ളതാണ്? ഏത് എപ്പോഴും ചോദിക്കുന്ന പറഞ്ഞോ, ഏതായിരുന്നു ആർട്ടിക്കിൾ 21A കേട്ടോ. കണ്ടോ, ആർട്ടിക്കിൾ 21 സൗജന്യവും നിർബന്ധ വിദ്യാഭ്യാസം ലഭിക്കുക കുട്ടികളുടെ അവകാശമാണ്. PSCയുടെ ഒരു മെയിൻ സാധനം ഈ കിടക്കുന്ന ആർട്ടിക്കിൾ 21 കേട്ടോ. നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ എടുത്ത് അതിനകത്ത് ഒരു 6 ഈ ഒരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ. മിക്കപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യനാണിത്.
അപ്പോൾ ഇതും ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ കമ്മീഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ഇങ്ങോട്ട് വേണേൽ അയച്ചു തരാം, പഠിക്കണം കണ്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് കാണുമ്പോഴല്ലേ പഠിച്ചതെല്ലാം മറന്നുപോയെന്നൊരു ചിന്ത വരുന്നുണ്ടോ? അതോ എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന രീതിയിൽ ഇരിക്കുവാണോ? ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ആയിട്ടില്ല കണ്ടോ. പഠിച്ചതിനെ വീണ്ടും പഠിച്ച് റിവൈസ് ചെയ്യണം. നമുക്കൊരു ഉപകാരമുള്ളത് നമ്മൾ പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതേപടി ചോദിക്കും. പിന്നെ നമുക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അയക്കേണ്ട യാതൊരു ചോദ്യമില്ല അല്ലേ. അടുത്ത ദിവസം നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ലേ. താഴെ പറയുന്നതിൽ വികാസം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് S1 പേജ് 19-21 നമുക്കറിയാം. വികാസം അനുസ്യൂതമാണ്, ശരിയാണ്. ശാരീരിക വികസനത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിപ്പിക്കുന്നു. അതിനൊരു പേര് പറയും. എന്തായിരുന്നു ആ പേര്? ഓർമ്മയുണ്ടോ? ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് പോകുന്നതിനൊരു പേര് പറയുമായിരുന്നു. ആ പേരെന്നാന്ന് ഓർക്കുന്നുണ്ടോ? ഒരു പടമൊക്കെ നിങ്ങളെ കാണിച്ചു തന്നാൽ ശരീര മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് പോകുന്നതിനൊരു പേരൊക്കെ നമ്മളന്ന് പറഞ്ഞതാ, ഓർമ്മയുണ്ടോ? നമ്മുടെ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? നല്ലതാ. എന്തിയേ എൻ്റെ അകത്തുണ്ട്, എടുത്ത് കാണിച്ചു തരാം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം. S1 ആദ്യത്തെ തന്നെ വികാസ തത്വങ്ങൾക്കകത്തുള്ളതാണ്. ഓക്കെ, എന്തിയേ ഓക്കെ ഇവിടെയുണ്ട് കണ്ടോ. 12 കാര്യങ്ങളുണ്ട്, 15 കാര്യങ്ങളുണ്ട് അവിടെ അല്ലേ? ശരിയാണ്, 15 എണ്ണമാണുള്ളതെന്ന് തോന്നുന്നു. 15 12 11 വേണ്ട. ഇതാണ് സംഭവം. അതേ കിടക്കുന്നു കണ്ടോ. വികാസം അനുസ്യൂതമാണ്. ആദ്യത്തെ പോയിന്റ് കിടക്കുന്നുണ്ടോ? വികാസം അനുസ്യൂതമാണ്. രണ്ടാമത്തത് ശരീര വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. ഇവിടെ അതേപടി കിടപ്പുണ്ട്, കാണിച്ചു തരാം കണ്ടോ. ശരീര വികസനത്തിൽ ശരീരമധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. അതിൻ്റെ 2 കാര്യങ്ങൾ മാറ്റിയുള്ളൂ. സമീപ സുദൂര ദിശാക്രമം, പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്തത് നോക്കിയേ. വികാസം പഠനത്തെയും പരിവർത്തനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ താഴെ വരുമ്പോഴുണ്ട് അല്ലേ. വികാസം സഞ്ചയ സ്വഭാവത്തോടു കൂടിയാണ്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് ഉണ്ടോ. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിവർത്തനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. കണ്ടോ, കേട്ടുക്കുന്ന ഹെഡിങ് എല്ലാം അതേപടി വന്നു കണ്ടോ. യാതൊരു മാറ്റവുമില്ല, ഡിറ്റോ കോപ്പിയ കേട്ടോ. സോ പേടിക്കണ്ട. പിന്നെ വികാസന ഗതിയിൽ വ്യക്തി വിധികാത്തം ഉണ്ടായിരിക്കുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടോണേ ഉണ്ടോ. നമ്മൾ വികാസം വ്യത്യസ്ത ശരീരഭാഗം വ്യത്യസ്ത രീതി നടക്കുന്നു. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പ്രവചനീയമാണ് കണ്ടോ. വികാസന ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തത് എന്താണ്? വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല കണ്ടോ. അവർ ഇത്രയും വരെ കോപ്പി ആയിട്ട് ബാക്കി മാത്രമേ അടിച്ചു മാറ്റിയുള്ളൂ. സോ നമുക്കത് എളുപ്പമായി. പിന്നെയുള്ള എന്തായിരുന്നു? വികാസത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് പഠിക്കണം. അടുത്ത പരീക്ഷയിൽ ഈ ഒരു ടെക്സ്റ്റിനായിരിക്കും കൂടുതൽ ചോദ്യം വരുന്നത്. സോ ഫോക്കസ് ചെയ്ത് പഠിക്കണം. സഫോക്കോഡൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശരീര വികാസത്തിൽ ശിരപാദ ആഭിമുഖ്യ ക്രമം കേട്ടോ. തല മുതൽ പാദം വരെ നമ്മൾ പഠിച്ചല്ലേ. ജനിക്കുന്ന കൊച്ചിൻ്റെ തലയ്ക്കായിരുന്നു 1/3 ഭാഗവും ഭാരമുള്ളത്. അതിനുശേഷമാണ് താഴേക്ക് കഴുത്തുറച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യത്തിലേക്കെല്ലാം വളർച്ച അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? S1 പേജ് നമ്പർ 42 വെണ്ടയ്ക്ക മുഴുപ്പിൽ ഇതേപടി കിടപ്പുണ്ട്. S1 പേജ് നമ്പർ 42 ഇവിടെ കാണിക്കാൻ ഞാൻ. സ്വയം കേന്ദ്രീകൃത അവസ്ഥ S1 പേജ് നമ്പർ 42 അല്ലേ. ഓക്കെ, 27 ആയതേ ഉള്ളൂ, 42 വരെ ഓടണം. 39 40 41 42. ഓക്കെ, സ്വയം കേന്ദ്രീകൃത അവസ്ഥ കണ്ടോ. ഈ പ്രായത്തിൽ പ്രധാന സവിശേഷതയാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ. ഏത് ഘട്ടത്തിലാണ് ഉള്ളത്? കണ്ടോ, പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ പീരീഡ്. 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇവിടെ താഴത്തെ കോളത്തിലും ഇതെടുത്ത് പറയുന്നുണ്ട്. ഇതാണ് കണ്ടോ, സ്വയം വീക്ഷണ കോണത്തിലൂടെ മാത്രം കാണിക്കുക. ഈഗോസെൻട്രിക് തോട്ടം, കേന്ദ്രീകൃത ചിന്തനം, സെൻട്രലൈസേഷൻ. ഓർത്തിരിക്കണം, പിയാഷെ മുമ്പോട്ട് ഈ ഒരു കോളം പഠിച്ചാൽ മതി. ഇന്ദ്രിയ ചാലഘട്ടമാണെങ്കിൽ 0 മുതൽ 2 വയസ്സ് വരെ. പ്രാക് മനോവ്യാപാരഘട്ടമാണെങ്കിൽ 2 മുതൽ 7 വയസ്സ് വരെ. മൂർത്ത മനോവ്യാപാരഘട്ടമെങ്കിൽ 7 മുതൽ 11 വയസ്സ് വരെ. ഔപചാരികമാണെങ്കിൽ 11 വയസ്സിന് ശേഷം. ഇതിലുള്ള കാര്യങ്ങൾ നമ്മളൊരു 10,000 വട്ടോളം ക്ലാസ്സിൽ പറഞ്ഞാണ് തിരിച്ചു മറിച്ചും എല്ലാം. ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ ആനിമിസം ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. അത് ഈ പറഞ്ഞ പ്രാക് മനോവ്യാപാരഘട്ടത്തിലുള്ളതാണ്. പിന്നെ കൺസർവേഷൻസ് ഒക്കെ മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ വരും. ഭൂതം വർത്തമാനം ഭാവിയെല്ലാം അവിടെ മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ വരും. ഔപചാരത്തിലേക്ക് വരുമ്പം അമൂർത്തമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ കടന്നു കയറും. അതിലാണ് ഈ കോളങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത്? S1 പേജ് നമ്പർ 9 ഈ കിടക്കുന്ന എല്ലാം നമ്മൾ എടുത്തെടുത്ത് പഠിച്ച മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ എന്ന് പറഞ്ഞ രീതിക്കകത്ത് പഠിച്ചാൽ നമ്മളല്ലേ.
നമ്മളെടുത്ത് കാണിച്ചു തരാം. യെസ്, നമ്മുടെ എന്തായിരുന്നു S1 ഓക്കെ 201 സൈക്കോ ഇതിനകത്തുള്ളത്. നമ്മുടെ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് ഇവിടെ കാണിച്ചു തരാമല്ലോ. നമ്മളതിൻ്റെ അകത്ത് എടുത്തെടുത്ത് പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവിഷനകത്ത് നമ്മൾ പോകുന്നതിന് മുമ്പുള്ള റിവിഷനകത്ത് നമ്മൾ എടുത്ത് പഠിച്ചതാണ്. കാണിച്ചു തരാം. ഓക്കെ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ, സർവേ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, സാമൂഹ്യബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്, താഴോട്ട് വരണം, പ്രക്ഷേപണ രീതി. കണ്ടോ, ഏതായിരുന്നു? അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും അപഗ്രഥിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള രീതിയാണ് പ്രക്ഷേപണ രീതി. ഓക്കെ, റോഷെ മഷ്യൂപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർ ഡിസ്റ്റൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർ ഡിസ്റ്റൻ ടെസ്റ്റ്, പദസഹജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ തുടങ്ങിയ ഇത് ഉദാഹരണമാണ്. അതില്ലാത്തത് മാത്രം നോക്കിയാൽ മതി. ഏതാണ്? റോഷയുണ്ട്, തീമാറ്റിക് ഉണ്ട്, പദസഹജ ഉണ്ട്. ഇല്ലാത്ത ഏത് മാത്രമാണ്? മീലൻ, ക്ലിനിക്കൽ, മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി. അത് നമ്മുടെ പ്രക്ഷേപണ രീതിക്കുള്ളതല്ല. സോ ഓർക്കണം, പഠിക്കണം കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് അടുത്ത വട്ടം ചോദിക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ ഇതിന് തൊട്ട് മേലുള്ള ഇവന്മാരി നേരും കേട്ടോ. ഈ കൂട്ടർ നമ്മുടെ ക്ലിക്ക്, ഗാങ്, അതുപോലെ തന്നെ സ്റ്റാർ, ദന്തങ്ങൾ ഇല്ലേ. ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവൻ ഏകാഗി, രണ്ട് പേര് അങ്ങോട്ടും ഉണ്ടെങ്കിൽ അവർ ദ്വന്ദ്ങ്ങൾ, 3 പേര് പരസ്പരം ഉണ്ടെങ്കിൽ ക്ലിക്കുകൾ, ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ സ്റ്റാറുകൾ. ഇനി പറഞ്ഞ പേര് സോഷ്യോമെട്രിക് ടെക്നിക്, കണ്ടുപിടിച്ചത് JL മൊറീനോ കേട്ടോ. ഇതൊക്കെ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഉള്ളത് നമ്മുടെ സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖയും. എന്താണ് സഞ്ചിത രേഖ? നമ്മുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് സഞ്ചിത രേഖ. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവിചാരിതമായ സംഭവങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ. അടുത്തത് നോക്കിയേ, എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾ രൂപപ്പെടുന്ന വ്യക്തി വ്യത്യാസ ഘടകങ്ങൾ. S1 പേജ് നമ്പർ 63 വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പഠിച്ചതാണ്. പേജ് നമ്പർ 63 താഴേക്ക് വരണം. 6 മുതൽ 12 വയസ്സ് വരെ ആ കാലഘട്ടത്തിന് ഒരു പേര് പറയും. എന്താണ് ആ പേര്? എപ്പോഴും നമ്മൾ എടുത്ത് പറയുന്നൊരു പേരാ. എന്ത് കാലഘട്ടമാണ്? ഏത് കാലഘട്ടമാണ്? 6 മുതൽ 12 വയസ്സ് വരെ നമ്മുടെ സ്കൂൾ കാലഘട്ടം. കണ്ടോ, സ്കൂൾ കാലഘട്ടം ഏതാണ്? ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത കേട്ടോ, ഓർത്തിരിക്കണം. ഇവിടെ എന്താണ്? ഊർജ്ജസ്വലതയും അപകർഷതയും 1ഉം 3ഉം. സോ ഏതാണ് വരേണ്ടത്? നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എറിക് റിച്ചർഡ്സൺ അല്ലേ മുമ്പോട്ട് വെച്ച ആശയങ്ങളെ മുൻനിർത്തി വന്നായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് 1 വയസ്സുള്ള കാലഘട്ടത്തിൽ പ്രാഥമിക വിശ്വാസം, അവിശ്വാസം കുട്ടികളിൽ കാണാം. സാക്ഷരത, ജാള്യതയും സംശയവും 1 മുതൽ 3 വയസ്സ് വരെ. മുൻകൈയെടുക്കൽ, കുറ്റബോധം, പ്രീ സ്കൂൾ കാലഘട്ടം കേട്ടോ. ഇതും ചോദിക്കാം. പ്രീ സ്കൂൾ കാലഘട്ടമാണ് മുൻകൈയെടുക്കൽ, കുറ്റബോധം. ഊർജ്ജസ്വലത, അപകർഷത സ്കൂൾ കാലഘട്ടം. സ്വഭാവബോധം, റോൾ സംശയങ്ങൾ നമ്മുടെ കൗമാര കാലഘട്ടം. പിന്നെ ആഴത്തിലുള്ള അടുപ്പ്, ഒറ്റപ്പെടൽ, യൗവനം. സൃഷ്ടി, മുരടിപ്പ് മധ്യവയസ്ക്. അതുപോലെ തന്നെ മനസ്സന്തുലനം തളർച്ച, വാർദ്ധക്യം. ഓരോന്നിൻ്റെയും വയസ്സും ഓർത്തിരിക്കണം. ബ്രാക്കറ്റിലുണ്ട്. ഇവിടെ ചോദിച്ചത് 6 മുതൽ 12 വയസ്സ് വരെയാണ്. കണ്ടോ, ഇവിടെ വന്നത് കണ്ടോ, 6 മുതൽ 12 വയസ്സ് വരെ കുട്ടികൾ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിഘടകങ്ങൾ. അടുത്തത് നമുക്കറിയാം, താഴെ തന്നിരിക്കുന്ന വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായിട്ടുള്ള ബന്ധം എവിടെ കിടക്കുക? നമുക്കറിയാം, മുഖ്യ സവിശേഷകം, അതുപോലെ തന്നെ മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷത അറിഞ്ഞിരിക്കുന്നത് കാൾ റോജേഴ്സ് ആണോ? കാൾസൺ റോജേഴ്സ് ആണോ തിരിച്ചത്? അതാരാ തിരിച്ചത്? നമ്മുടെ മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, അതുപോലെ ദ്വിതീയ സവിശേഷകം തിരിച്ചത് ആരാ? നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചെയ്തതാ. ആരായിരുന്നു അത് തെളിച്ചത്? മധ്യമ സവിശേഷകം, മുഖ്യ സവിശേഷകം, അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷകം എന്ന് ആരായിരുന്നു തിരിച്ചത്? നമ്മുടെ GW ആൽപോർട്ടാണ് തെളിച്ചത്, കാൾ റോജേഴ്സ് അല്ല. അടുത്തത്, പക്വവ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ. ഇവിടെ ഉണ്ടല്ലോ, നമ്മളെന്തിനീ കിടന്ന് പറയുന്നല്ലേ. ഇതിൻ്റെ ലാസ്റ്റ് പേജ് എടുത്താൽ മതി. ലാസ്റ്റ് പേജ് എടുത്താൽ നമുക്ക് കിട്ടും ഇതിനെ ബന്ധിക്കാനായിട്ട്. കണ്ടോ, കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്, നമ്മുടെ GW ആൽപോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു പാഠത്തിലെല്ലാം വരുന്നത് 3 ക്ലാസ് കൊണ്ട് നമ്മൾ തീർത്ത കോൺസെപ്റ്റാണ്. നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് ചെയ്താൽ ഓർമ്മയുണ്ടോ? ഫ്ലോ ചാർട്ടൊക്കെ വരച്ചത് ഇത്രയും പഠിച്ചാൽ മതി. ഒരു കോൺസെപ്റ്റിനകത്ത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടായിരുന്നു. ഓക്കെ, എന്ത് കിടക്കുന്നു? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും? കണ്ടോ, മുഖ്യ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, മധ്യമ സവിശേഷകം ആരുടെ കോൺസെപ്റ്റാണ്? നമ്മുടെ GW ആൽപോർട്ടിൻ്റെ കോൺസെപ്റ്റുകളാണ്. കണ്ടോ, GW ഗോർഡൻ വില്യഡ് ആൽപോർട്ടാണ് അത് മുമ്പോട്ട് കൊണ്ടത്. ഇപ്പോൾ പറഞ്ഞ എന്താണ്? നമ്മുടെ പക്വവ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ. കാണിച്ചു തരാം. പക്വവ്യക്തിത്വം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ്. അതിനകത്ത് പറഞ്ഞുണ്ടോ, വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ദീർഘദർശനം. അത് കൊണ്ടുവന്ന ആര് തന്നെയാണ്? നമ്മുടെ GW ആൽപോർട്ടാണ്. സോ അത് ശരിയാണ്.
പിന്നെ ആദർശാത്മക അഹം, അതുപോലെ തന്നെ യാഥാശാസ്ത്രിക അഹം, അതുപോലെ എന്നിങ്ങനെ വ്യക്തിത്വത്തിൻ്റെ അടുത്തിന് സെൽഫ് 2 തലത്തിലുണ്ടെന്ന് ആര് മുമ്പോട്ട് കൊണ്ടുവന്നു? ആരാ മുമ്പോട്ട് കൊണ്ടുവന്നത്? ഓരോ അഹങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന ആരാ? യാദർശാത്മക അഹവും അതുപോലെ തന്നെ ആദർശാത്മക അഹവും ആരാ കൊണ്ടുവന്നത്? നമ്മുടെ കാൾസൺ റോജേഴ്സ്. നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പേജിനകത്ത് കാണും അത് ഉറപ്പായിട്ടും. കണ്ടോ, കാൾസൺ റോജേഴ്സ് ആണ് മുമ്പോട്ട് വരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നോ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും കണ്ടോ, ആത്മബോധന സങ്കല്പവും അതുപോലെ തന്നെ ആദർശാത്മകവും യാഥാശാസ്ത്രികവും കണ്ടോ. അത് ആരുടെയാണ്? നമ്മുടെ കാൾസൺ റോജേഴ്സിൻ്റെയാണ്. അതായത് ഇമെയിൽ കിടക്കുന്ന ആളുടെയാണ് ഈ പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്തത് ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ 3 തലങ്ങളെ ഇപ്പോൾ നമ്മൾ സൈക്കോളജിക്കകത്ത് ആദ്യമേ പറഞ്ഞ ക്വസ്റ്റിനകത്തുണ്ട്. അതാരെ കൊണ്ടത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. അതിൻ്റെ അടുത്ത ആൾ വരുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കാണിച്ചു തരാം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി കഴിഞ്ഞ പാടെ ആര് കടന്നു വരും? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് കടന്നു വരും. അതിനകത്ത് വേണേൽ അടുത്ത വട്ടം നമ്മുടെ ആരെ ചോദിക്കാം? നമ്മുടെ ആവശ്യങ്ങളുടെ ശ്രേണി ചോദിക്കാം കേട്ടോ, എബ്രഹാം മാസ്ലോയുടെ കേട്ടോ. സോ ഓർത്തിരിക്കണം. അതേ കിടക്കുന്ന മനോവിശ്ലേഷണ സിദ്ധാന്തം അദ്ദേഹത്തിനകത്താണ് എന്ത് പറയുന്നത്? ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ് കണ്ടോ. മനസ്സിൻ്റെ 3 തലങ്ങൾ എന്ന് ആരഭിപ്രായപ്പെട്ടു? നമ്മുടെ ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടു കണ്ടോ. ഉബോധ മനസ്സ്, അബോധ മനസ്സ്. സോ ഇവിടെ കറക്റ്റായിട്ടുള്ളത് 2ഉം 4ഉം കേട്ടോ. കോൺസെപ്റ്റുകൾ തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കാം. അടുത്തത് ജീവിതത്തിലെ സന്ദർഭോചിതമായ തീരുമാനമെടുക്കൽ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തിപര ബുദ്ധിയും ഗാർഡനർ സൂചിപ്പിക്കുന്നു. വ്യക്തിപര ബുദ്ധിക്കകത്ത് വരേണ്ടത് എന്തൊക്കെയാണ്? നമുക്കറിയാം സ്കോവാർഡ് ഗാർഡനർ 9 ബുദ്ധിവിശേഷത്തിനകത്ത് വ്യക്തിപര ബുദ്ധിക്കകത്ത് വരേണ്ടതാണ് വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക ബുദ്ധിയും, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും. സോ 9 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. S2 പേജ് നമ്പർ 9 തൊട്ട് 13 വരെയുള്ളതിൻ്റെ അകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് 9 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും കാണിച്ചിട്ടുണ്ട്. അടുത്തത് താഴെ പറയുന്നതിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനത്തിൽ നിർണായകമല്ലാത്ത ഘടകം ഏതാണ്? ബുദ്ധി, മനോഭാവങ്ങൾ, അഭിക്ഷമത, ശരീരത്തിൻ്റെ ഉയരം. നമുക്കറിയാം ശരീരത്തിൻ്റെ ഉയരം ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ S1 കിടപ്പുണ്ട്. S1 നമ്മുടെ പാഠത്തിൻ്റെ അവസാനമായിട്ട് കിടപ്പുണ്ട്. അതായത് നമ്മുടെ വാട്സൺ ഒരു കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ, ആരോഗ്യകരമായിട്ട് കുട്ടികളെ തരൂ, ഞാൻ അവരെ വംശമഹിമയോ ഇഷ്ടങ്ങളോ അഭിരുചിയോ കഴിവുകളോ പരിഗണിക്കാതെ പരിശീലനത്തിലൂടെ ഡോക്ടറോ നിയമജ്ഞരോ കലാകാരനായോ കച്ചവടക്കാരനായോ കള്ളനായോ യാചകനായോ മാറ്റിത്തരാമെന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന കോൺസെപ്റ്റ് ഉണ്ടോ, പാരമ്പര്യവും പര്യാവരണവും. ഇതിനകത്ത് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെയാണ്? നമ്മുടെ ബുദ്ധിയും മനോഭാവങ്ങളും അഭിക്ഷമതയും എല്ലാം നമ്മുടെ പര്യാവരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിദ്യാഭ്യാസങ്ങളുടെ പ്രാധാന്യത്തിനകത്തും വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി എടുത്ത് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇല്ലേ. ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയേ, ശരീരത്തിൻ്റെ പേര് നമ്മുടെ പര്യാവരണത്തെ സ്വാധീനിക്കുമോ? എൻവയോൺമെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരെണ്ണമാണോ? അല്ല കേട്ടോ. അങ്ങനെ എളുപ്പത്തിലാണെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് കയറിപ്പോകാം. അടുത്തത് പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് ഡാഷ് എന്നറിയപ്പെടുന്നു. ഒരു വട്ടം പറഞ്ഞാൽ എന്താണ് അറിയപ്പെടുന്നത്? നമ്മുടെ S2 പേജ് നമ്പർ 25 കിടപ്പുണ്ട്. ഓക്കെ, S2 പേജ് നമ്പർ 25 കിടപ്പുണ്ട്. ഓക്കെ, എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, പേജ് നമ്പർ 25. ഓക്കെ, നമ്മുടെ പിയാഷെ മുമ്പോട്ട് വെച്ച കോൺസെപ്റ്റ് അല്ലേ. പിയാഷെ മുമ്പോട്ട് വെച്ച കോൺസെപ്റ്റിനകത്ത് ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് എന്താണ്? നമ്മുടെ പ്രശ്നത്തെ നിലവിലുള്ള ഈ സെൻറ്റൻസ് അതേപടി കിടപ്പുണ്ട്. സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ നമ്മുടെ സംശയീകരണമെന്ന് അറിയപ്പെടുന്നു. കാണിച്ചു തരാം. ഉണ്ടോ? പ്രശ്നത്തെ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സാംശീകരണം എന്ന് പറയുന്നു, അസിമിലേഷൻ എന്ന് പറയുന്നു കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. പല ആവർത്തി തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പഠിപ്പിച്ചതാണ്. സോ മറന്നു പോകരുത്. ഇതിന് സഹായിക്കുന്ന ഒരു വൈജ്ഞാനിക ആവശ്യമാണ് സ്കീമ എന്ന് പറയുന്നത്. പിന്നെ ഈ പുതിയ അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ വിധം കുട്ടിയുടെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിച്ച് ചെന്നെത്തുന്നതിന് പറഞ്ഞ പേരാണ് സംസ്ഥാപനം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ആന വണ്ടിയുടെ കേസൊക്കെ അവിടെ നമ്മൾ പറഞ്ഞെടുത്ത് പഠിച്ചതാണ്. ഓർത്തിരിക്കണം. ഉണ്ടോ? സെൻറ്റൻസ് അതേപടിയാണ് റിപ്പീറ്റ് അടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സമീപസ്ഥമായവ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിൻ്റെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിപ്പെടുന്നു? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. നമുക്കറിയാം കൊക്കോമയുടെ അല്ലേ, കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമറുടെ തിയറിക്കകത്ത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. നമ്മുടെ 5 തിയറീസ് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് കണ്ടാണ് ഈ സെൻറ്റൻസ് അതേപടി ഉണ്ട് അല്ലേ. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണുവാനുള്ള പ്രവണത ഇവിടെയുണ്ട്. കാണിച്ചു തരാം. അന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുമാണ് അല്ലേ. നോക്കിയേ, സമീപസ്ഥമായവയെ കണ്ടോ, സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത കണ്ടോ. സെൻറ്റൻസ് അതേപടി കിടക്കുന്നത് ഏതാണ്? നമ്മുടെ
സാമീപ്യ നിയമം. കണ്ടോ, സാമീപ്യ നിയമമാണ് വേണ്ടത്. ഇതാണെങ്കിലോ നമുക്കറിയാം സാദൃശ്യമായ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നതാണെങ്കിൽ സാമ്യത അല്ലെങ്കിൽ സാദൃശ്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സമീപസ്ഥമായവ ഒരു കൂട്ടമായി കാണുന്നു. പരിപൂർത്തി അല്ലെങ്കിൽ സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ നമുക്ക് എൻക്ലോസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നു. തുടർച്ച നമ്മൾ ആഗ്രഹിക്കുന്നു. രൂപപശ്ചാത്തല ബന്ധം, അതിൻ്റെ അകത്ത് 5 കാര്യങ്ങളുണ്ട്. സമഗ്ര വീക്ഷണം, പൂർവാന്വയ സമന്വയം, അംശവും ബന്ധം തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യസേനത്തിൻ്റെ പുനഃസംഘടന, ഉടനെയുള്ള പ്രശ്നപരിണാമം. ഇത് നമ്മൾ തലേദിവസം വെച്ച ക്ലാസ്സിനകത്ത് ഈ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർക്കുക. നമുക്കറിയാം ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുടെയാണ്? വിഗോസ്കിയുടെയാണ്. ബ്രിഡ്ജസ് സ്റ്റാർട്ട് കൊണ്ടുവന്നത് കാതറൈൻ ബ്രിഡ്ജസ് ആണ്. ക്രിയാഗവേഷണം സ്റ്റീഫൻ കോറിയുടെയാണ്. അഡോളസൻസ് അഗ്രഷൻ ആരുടെയാണ്? ആൽബർട്ട് ബന്ദൂരിയുടെയാണ്. ഇത് നമ്മുടെ S1 S2 പാഠത്തിലായിട്ട് മിക്സായി കിടക്കുന്നതാണ് കേട്ടോ. സോ കണ്ടില്ലേ, 20 ക്വസ്റ്റ്യനും തീർന്നു, 80 ക്വസ്റ്റ്യനും തീർന്നു. 20ൽ 20 നമുക്ക് കിട്ടും അല്ലേ? ശരിയല്ലേ? ഒരെണ്ണം പോലും നമ്മൾ പഠിക്കാത്തതായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈക്കോളജി ഞാൻ പറഞ്ഞല്ലോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം LP എക്സാം കുറച്ചും കൂടി ടഫായിരിക്കും കേട്ടോ. ടഫായിരിക്കും, നിങ്ങൾ എഴുതി വെച്ചോ. UPയേക്കാളും കട്ടിയായിരിക്കും LP പരീക്ഷ വരുന്നതെങ്കിലേ കട്ട് ഓഫ് കുറച്ച് നിയമനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 50-ന് 55 കട്ട് ഓഫ് വരുന്നത് വളരെ റെയറാണ്. മലപ്പുറം കോഴിക്കോടൊക്കെ 55 കയറിയാലായെന്ന് പറയും. നമുക്കറിയാം ഈ പറഞ്ഞ ബാക്കി ഇടുക്കിയിലൊക്കെ തുടങ്ങുന്നത് 24-ലൊക്കെയാണ് കട്ട് ഓഫ് വെറും തുടങ്ങുന്നത്. സോ ഈ ഒരു റേഞ്ച് തൊട്ട് തുടങ്ങണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ പരീക്ഷ എത്ര മാത്രം പാടായിരിക്കും. സോ നമ്മുടെ ഒരു ആവറേജ് വെച്ചുകൊണ്ട് നമ്മളൊരു എബോ 50 വാങ്ങിക്കണം കേട്ടോ. 50-50 നമ്മൾ UPക്ക് പഠിച്ച പോലെ തന്നെ LPക്ക് ടച്ചിനിരുന്ന് പഠിക്കണം. 50-50 ചാൻസ് സ്കോർ ചെയ്തിട്ട് അവിടുന്ന് വരാവുള്ളൂ കേട്ടോ. ഒബ്വിയസ്ലി ലിസ്റ്റ് വരും. UP കിട്ടിയില്ലെന്നത് വിഷമിക്കേണ്ട, ചാൻസുകളും കുറവാണ് കേട്ടോ. വേക്കൻസീസും കുറവാണ് UPക്കകത്ത് LPയെ വെച്ച് നോക്കുമ്പോൾ. അല്ല നിങ്ങളുടെ തന്നെ ഒരു ചുറ്റുപാട് എടുത്ത് നോക്കി, നിങ്ങൾക്ക് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര UP സ്കൂളും എത്ര LP സ്കൂളും ഉണ്ടെന്ന് എടുത്തു നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാവും UPയേക്കാളും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് എവിടെയാണ്? LPയിലാണ് ഉള്ളത്. അതുപോലെ സബ്ജക്റ്റ് അനുസരിച്ചും തിരിയുന്നുണ്ട് UPയിലോട്ട് വരുമ്പം. പക്ഷേ LPയിൽ അങ്ങനെയില്ല, ടീച്ചർമാരെല്ലാ സബ്ജക്റ്റിനും പഠിപ്പിക്കണം, നിർബന്ധമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസീസ് നമുക്ക് ഒഴുകി നടക്കുന്ന ഒരു മേഖലയാണ് LP എന്ന് പറയുന്നത്. സോ അതിലേക്ക് കയറാൻ ആകെ ഒരു 50 മാർക്ക് മതി കേട്ടോ. 50% മാർക്ക് മതി കേട്ടോ. 50% മാർക്ക് ഈ കണ്ടില്ല. 50% 20 മാർക്ക് നമുക്ക് സൈക്കോളജി നോക്കാം. 20 ഇല്ലെങ്കിൽ നമ്മളൊരു 18 പിടിച്ചാൽ മതി കേട്ടോ. 20ലേക്ക് അങ്ങ് ആക്രാന്തം പിടിക്കണ്ട. എല്ലാം ഇത് വന്നെന്ന് വെച്ചാൽ നമുക്ക് ഒരു അഹങ്കാരം കാണിക്കാൻ പറ്റത്തില്ലോ. ഒരു 18 മാർക്ക് ഒബ്വിയസ്ലി പിടിച്ചിരിക്കണം കേട്ടോ. പിന്നെ പോയിട്ട് എത്ര കൂടി മതി? 30 കൂടി മതി. നമ്മുടെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്? സോഷ്യലുണ്ട്, സയൻസ് ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട് കണ്ടോ. സൈക്കോളജി സെറ്റ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന 5 വിഷയത്തിൽ നിന്ന് എത്ര വാങ്ങിച്ചാൽ മതി? ആകെ 30 വാങ്ങിച്ചാൽ മതി കണ്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് എളുപ്പമാണ്. സോ ഈ വിഷയം വളരെ ഗ്രാഹ്യമായിട്ട് തന്നെ പഠിക്കുക. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണ് സൈക്കോളജി. തന്നെയല്ല നിങ്ങൾ ഈ ലിസ്റ്റ് വന്ന് ഇൻ്റർവ്യൂവിന് പോയാൽ കൂടുതൽ ചോദ്യങ്ങളും സൈക്കോളജിയിൽ നിന്നായിരിക്കും. സോ ആഴത്തിലുള്ള അറിവ് സൈക്കോളജിയിൽ നമുക്കുണ്ടായിരിക്കണം. അധ്യാപകരായ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഗ്രൂപ്പിൽ ഇപ്പം സൈക്കോളജി ക്ലാസ്സുകൾ 14 ദിവസം കൊണ്ട് രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ വീണ്ടും നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരെ കണ്ട് കമൻ്റൊക്കെ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. വളരെ സന്തോഷം കേട്ടോ. അപ്പം കാണുക, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് എൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നോടും ചോദിക്കാം കേട്ടോ. യാതൊരു പേടിയും ഭയവും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാ ഓപ്പൺ ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്കറിയാം. സോ അതിൻ്റെ അകത്ത് മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക, നല്ലപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം മാത്സോ അങ്ങനെയുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. സോ ടെൻഷൻ അടിക്കണ്ട. ഈ PDF അല്ല ഇന്ന് പ്രസൻറ്റ് ചെയ്ത PDF നമ്മൾ ഓൾറെഡി അയച്ചാണ്. ഒന്നും കൂടി അയച്ചു തരാം. ഇരുന്ന് പഠിക്കുക കേട്ടോ. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ആവർത്തിക്കാം കേട്ടോ. സോ പഠിക്കുക അത് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു. നാളെ ആയിട്ട് കാണാം കേട്ടോ. യെസ്.